നമ്മുടെ പാർട്ടിയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ മറ്റൊരു ഉപാധ്യക്ഷൻ കൂടി പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ മണ്ഡലത്തിന്റെ നിയോജക മണ്ഡലത്തിന്റെ ചുമതല കൂടിയുള്ള പാർട്ടിയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ ശ്രീ കെ സോമൻ അവർ അദ്ദേഹം അല്പസമയത്തിനകം ഇവിടെ എത്തിച്ചേരും. അദ്ദേഹത്തിനെയും ഈ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവിടെ ആമുഖ പ്രസംഗം അവതരിപ്പിച്ച ഗോകുൽ ഗോപിനാഥ്, അദ്ദേഹം നമ്മുടെ ഈ മണ്ഡലത്തിൽ തന്നെ വോട്ടർ കൂടിയാണ്. യുവമോർച്ചയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള ഗോകുലിനെ ഈ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ പാർട്ടിയുടെ സംസ്ഥാന സമിതി അംഗം നമ്മുടെ ഈ പ്രദേശത്തിന്റെ പ്രവർത്തനങ്ങളിൽ പരിമിതമായിട്ടുള്ള സൗകര്യങ്ങളിൽ നിന്ന് അക്ഷീണം പ്രവർത്തിക്കുന്ന നമ്മുടെ പാർട്ടിയുടെ സംസ്ഥാന സമിതി അംഗം ശ്രീ പത്മനാഭൻ ചേട്ടനുണ്ട്. അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. NDAയുടെ നേതാവായിട്ടുള്ള ശ്രീ വഴയില ബിജു, അഡ്വക്കേറ്റ് വഴയില ബിജു, ശിവസേനയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്. വഴയില ബിജുവിനെ ഈ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യും. അതുപോലെ ഈ പരിപാടിയിൽ പങ്കെടുക്കുവാൻ വേണ്ടിയിട്ട് സംസ്ഥാനത്തിന്റെ ഈ മണ്ഡലത്തിലുള്ള വിവിധ ചുമതലകളുള്ള നിരവധി പേർ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ഒന്ന്, ഈ പരിപാടിയുടെ സംഘാടകനും ഈ മണ്ഡലത്തിന്റെ സംഘടനാ മണ്ഡലത്തിന്റെ പ്രഭാരിയുമായിട്ടുള്ള പാങ്ങപ്പാറ രാജീവ് സംസ്ഥാന സമിതി അംഗമാണ്. പാങ്ങപ്പാറ രാജീവിനെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സംസ്ഥാന കൗൺസിൽ അംഗമുണ്ട് ശ്രീ PG ശിവശങ്കരൻ നായർ, അദ്ദേഹത്തെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കർഷക മോർച്ചയുടെ ജില്ലാ പ്രസിഡന്റ് ശ്രീ മേലത്തുമേലെ അഭിലാഷുണ്ട്, അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെ തലമുതിർന്ന നേതാവ് ശ്രീ P. സുധാകർജി, ഈ മണ്ഡലത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെ തലമുതിർന്ന നേതാവും നിങ്ങളുടെയൊക്കെ ഗുരുനാഥനുമായിട്ടുള്ള P. സുധാകർജി, അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. സോമൻ ചേട്ടനെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. സത്യകുമാർ യാദവിനെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ കൗൺസിലർമാരെയും ഈ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇവിടെ എത്തിയിട്ടുള്ള നമ്മുടെ പ്രവർത്തകർ, അതുപോലെ തന്നെ നേതാക്കൾ, പേര് വിട്ടുപോയിട്ടുള്ള ഏതെങ്കിലും നേതാക്കൾ ഉണ്ടെങ്കിൽ അവരെയൊക്കെ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ വിട്ടുപോയത് മാധ്യമ പ്രവർത്തകരെയാണ്. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന മുഴുവൻ മാധ്യമ പ്രവർത്തകരെയും ഈ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിൽ നിന്നും വിരമിക്കുന്നു. വന്ദേ മാതരം. ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് കാര്യാലയ ഉദ്ഘാടനത്തിനായി ഇവിടെ എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട ആന്ധ്രാപ്രദേശിന്റെ ആരോഗ്യമന്ത്രി ശ്രീ സൂര്യകുമാർ യാദവ്, അദ്ദേഹം ഭാരതീയ ജനതാ പാർട്ടിയുടെ നാഷണൽ സെക്രട്ടറിയാണ്. കേരളവുമായി വളരെ അടുത്ത ബന്ധം സൂക്ഷിക്കുന്ന, മലയാളം നന്നായി മനസ്സിലാക്കാൻ കഴിയുന്ന അദ്ദേഹം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ സംഘടനാ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കാൻ ഇവിടെയുണ്ട്. ബഹുമാനപ്പെട്ട ശ്രീ സൂര്യകുമാർ യാദവ് അവർ, വേദിയിലുള്ള നമ്മുടെയൊക്കെ പ്രിയങ്കരിയായിട്ടുള്ള കേരളത്തിന്റെ ആദ്യത്തെ വനിതാ DGP, വനിതാ IPS ഒക്കെ ആയിട്ടുള്ള നമ്മുടെ അഭിമാനമായിട്ടുള്ള ശ്രീമതി ശ്രീലേഖ അവർ, അതോടൊപ്പം തന്നെ വേദിയിലുള്ള നമ്മുടെയൊക്കെ മുതിർന്ന ഒരുപാട് കാര്യങ്ങളിൽ ഭാരതീയ ജനതാ പാർട്ടിയെയും നമ്മുടെ പരിവാർ പ്രസ്ഥാനങ്ങളെയൊക്കെ നിരവധി കാര്യങ്ങൾ മാർഗനിർദ്ദേശമൊക്കെ നൽകിക്കൊണ്ട് പ്രവർത്തിക്കുന്ന
TP സെൻകുമാർ സാർ, റിട്ടയർഡ് DGP അവർ. അദ്ദേഹത്തെ ഞാൻ ഇത് പറയുമ്പോൾ ഒരു കാര്യം ഞാൻ ഈ വേദിയിൽ പരിചയപ്പെടുത്തുന്ന സമയത്ത് ഓർമ്മിക്കുകയായിരുന്നു. 2 DGPമാർ, റിട്ടയർഡ് DGPമാർ നമ്മുടെ ഒരേ വേദിയിൽ എത്തിയിരിക്കുകയാണ്. രണ്ടുപേരും ഈ ഇടതുപക്ഷ ഭരണകൂടത്തിനെതിരായിട്ട് അവരുടെ നിലപാടുകളിലൂടെ പ്രശസ്തരായ വ്യക്തികളാണ്. സെൻകുമാർ സാറിനെ സംബന്ധിച്ചിടത്തോളം ഭരണകൂടം ഒരു കാലത്തും DGP സീറ്റിൽ ഇരുത്തില്ല എന്ന് വാശി പിടിച്ചുകൊണ്ട് ഇടതുപക്ഷം നടത്തിയപ്പോൾ കൃത്യമായ നിയമ പോരാട്ടത്തിലൂടെ അദ്ദേഹത്തിന്റെ അവകാശം നേടിയെടുത്തുകൊണ്ട് ആ സീറ്റിൽ പോയിരുന്നു കൊണ്ട് ഈ ഇടതുപക്ഷത്തെ വെല്ലുവിളിച്ച് ജയിച്ച് കാണിച്ചിട്ടുള്ള സെൻകുമാർ സാർ, അദ്ദേഹത്തെ പോലെ ഒരു വ്യക്തി തന്നെ ഇന്ന് നമ്മുടെ വേദിയിൽ വന്ന് മുഖ്യപ്രഭാഷണം നടത്തുമ്പോൾ അതിന് ഒരുപാട് പ്രത്യേകതകളും അത് ഒരുപാട് പ്രതീകമായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. എന്തായാലും വേദിയിലുള്ള മറ്റു പ്രിയങ്കരായിട്ടുള്ള നേതാക്കളായിട്ടുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ ശ്രീ K. സോമൻ അവർ, ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ ഘടകകക്ഷിയായിട്ടുള്ള ശിവസേനയുടെ സംസ്ഥാന സെക്രട്ടറി പ്രിയ സുഹൃത്തുമായിട്ടുള്ള അഡ്വക്കേറ്റ് വടയിലെ ബിജു അവർ, പാർട്ടിയുടെ പട്ടം മണ്ഡലത്തിന്റെ പ്രസിഡന്റ് ശ്രീ മഹാദേവൻ, വട്ടിയൂർക്കാവ് മണ്ഡലത്തിന്റെ പ്രസിഡന്റ് ശ്രീ മണികണ്ഠൻ, അതുപോലെ പത്മനാഭൻ ചേട്ടൻ, പാങ്ങപ്പാറ രാജീവ് അവർ, എത്തിയിട്ടുള്ള സഹ കൗൺസിലർമാർ, മാധ്യമ സുഹൃത്തുക്കൾ, പാർട്ടിയുടെയും ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെയും പ്രവർത്തകർ, നമ്മുടെ പ്രവർത്തനത്തിനായി നമ്മളെ സഹായിക്കുന്ന നിരവധി സംഘപ്രവർത്തകർ, നമ്മുടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ തന്നെ അതേ ആശയം അല്ലെങ്കിൽ ഇതേ ആശയത്തിന് വേണ്ടി വിവിധ മേഖലകളിലായി പ്രവർത്തിക്കുന്ന നിരവധി പരിവാർ പ്രസ്ഥാനങ്ങളുടെ നേതാക്കൾ ഇവിടെ എത്തിയിട്ടുണ്ട്. എല്ലാവർക്കും വിനീതമായ നമസ്കാരം. ഒരു ചുരുങ്ങിയ വാക്കുകളിൽ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് കേരള രാഷ്ട്രീയത്തെ ഒരു മാറ്റം വരുത്തുന്ന തെരഞ്ഞെടുപ്പായിരിക്കും. 2026 മുൻപും പിൻപും എന്ന രീതിയിൽ കേരള രാഷ്ട്രീയം മാറ്റപ്പെടാൻ പോവുകയാണ്. ആ മാറ്റത്തിന് നേതൃത്വം കൊടുക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടി ആയിരിക്കും, ദേശീയ ജനാധിപത്യ സഖ്യമായിരിക്കും എന്നുള്ളത് ഈ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്ന സമയത്ത് തന്നെ കൃത്യമായി മനസ്സിലാക്കിയതാണ്. എന്തായാലും കേരളത്തിൽ ഇവിടെ ഇപ്പോ LDF വച്ചിരുന്ന ഒരു മുദ്രാവാക്യമുണ്ട്, LDF അല്ലാതെ ആരുണ്ട്. അതെ, LDF അല്ലാതെ ആരുണ്ട്. ഇത്രമാത്രം അഴിമതി കാണിക്കുവാനും കേരളത്തിലെ കടത്തിൽ മുക്കുവാനും വികസന വിരുദ്ധതയ്ക്കും LDF അല്ലാതെ ആരുണ്ട് എന്നുള്ള ചോദ്യം തന്നെയാണ് ജനങ്ങളും ചോദിക്കുന്നത്. അതിന് പകരമായിട്ട് അവർ കാണുന്നത് ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥികളെയാണ്, BJPയുടെ സ്ഥാനാർത്ഥികളെയാണ്. അതിന് തലമുതിർന്ന നേതാക്കൾ തന്നെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ മത്സരിച്ച് പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. എന്തായാലും ശ്രീലേഖ മേഡം ശാസ്ത്രമംഗലത്ത് മത്സരിക്കുന്ന സമയത്ത് CPMന്റെ ജില്ലാ സെക്രട്ടറി പറഞ്ഞ ഒരു കാര്യമുണ്ട്. അന്ന് വി ജോയ് വലിയ അഹങ്കാരത്തിൽ ചോദിച്ചു, ശ്രീലേഖ മേഡം പട്ടിയെ കുഴിച്ചിടാൻ പോവുകയാണോ എന്നൊക്കെ വളരെ തമാശയോടുകൂടി ചോദിച്ചു. അത് കളിയാക്കാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചത്. ആ ചോദിച്ച ജോയിയുടെ സ്വന്തം ബൂത്ത് BJP ജയിച്ചു. ചോദിച്ച ജോയിയുടെ സ്വന്തം പഞ്ചായത്ത്, അഴൂർ പഞ്ചായത്ത് നിന്ന് ഭരിക്കുന്ന പ്രസിഡന്റിന്റെ പേര് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു വനിതാ രത്നമാണ്, പേര് കീർത്തി സൈജു എന്നാണ്. അപ്പോ ജനങ്ങൾ കൃത്യമായി ഇവിടെ ചോദിച്ച ചോദ്യത്തിന് ഇവിടെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ മറുപടി കൊടുത്തു. ഇന്ന് ആരാണ് പട്ടിയെ കുഴിച്ചിടാൻ വേണ്ടിയിട്ട്, അതൊരിക്കലും ഒരു മോശമായിട്ടുള്ള ഒരു പ്രവൃത്തിയല്ല. ഒരു ജനപ്രതിനിധി ചിലപ്പോൾ പട്ടിയെ കുഴിച്ചിടാൻ വേണ്ടി നേതൃത്വം കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ള ജനങ്ങൾക്ക് എന്താണോ ആവശ്യം അതൊക്കെ ചെയ്യേണ്ടി വരും. അതിനെ ഏറ്റവും മോശപ്പെട്ട രീതിയിൽ ചിത്രീകരിച്ചുകൊണ്ട് അന്ന് CPMന്റെ ജില്ലാ സെക്രട്ടറി നടത്തിയിട്ടുള്ള പരിഹാസവും ഒക്കെ തന്നെ ഒടുവിൽ ഇവിടുത്തെ തിരുവനന്തപുരത്തെ ജനങ്ങൾ മറുപടി കൊടുത്തു. കേരളത്തിൽ ഇത് ചോദിച്ച ജോയിയുടെ സ്വന്തം പഞ്ചായത്തിലെ ജനങ്ങൾ മറുപടി കൊടുത്തു. എന്തായാലും ഞാൻ സൂചിപ്പിക്കുന്നത്, ഇത്തരത്തിൽ BJPയെയും BJPയുടെ നേതാക്കളെയൊക്കെ പരിഹാസത്തോടുകൂടി കണ്ടിരുന്നവർക്ക് എല്ലാവർക്കും ജനാധിപത്യ സംവിധാനത്തിലൂടെ ഭാരതീയ ജനതാ പാർട്ടി മറുപടി കൊടുത്തിട്ടുണ്ട്. അത് തന്നെയാണ് വട്ടിയൂർക്കാവിലും സംഭവിക്കാൻ പോകുന്നത്. നേരത്തെ വിശദമായി സൂചിപ്പിച്ചു. 7 വർഷത്തോളം ആ ഭരിക്കുന്ന മുന്നണിയുടെ ഭാഗമായി ഇരിക്കുന്ന VK പ്രശാന്തിന് വട്ടിയൂർക്കാവ് ജംഗ്ഷൻ വികസനം യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, പേരൂർക്കടയിലെ മേൽപ്പാലം യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, പേരൂർക്കട ഹോസ്പിറ്റലിന്റെ വികസനം യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇനി എന്തിന്റെ പേരിലാണ് ഇവിടുത്തെ ജനങ്ങളോട് വോട്ട് ചോദിക്കേണ്ടത്? ഇത്രയും കാലം ഭരണത്തിന്റെ തണലിൽ നിന്നുകൊണ്ട് VK പ്രശാന്തിന് ഇതൊന്നും സാധിച്ചില്ലെങ്കിൽ ഇനി ഭരണം പോലും ഇല്ലാത്ത അവസ്ഥയിൽ VK പ്രശാന്തിന് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ എന്നുള്ള ചോദ്യം ഇവിടുത്തെ ജനാധിപത്യ വിശ്വാസികൾക്ക് വേണ്ടി ഭാരതീയ ജനതാ പാർട്ടി ചോദിക്കുകയാണ്. മറ്റൊന്ന് K. മുരളീധരൻ ഇവിടെ സൂചിപ്പിച്ചു. ഇതൊന്നും വലിയ സൗഭാഗ്യങ്ങൾ തേടിക്കൊണ്ട് ഈ നാടിനെ തന്നെ ഉപേക്ഷിച്ചു പോയിട്ട് കുറെ കാലമായി CPMന്റെ ചാവേറായിട്ടാണ് പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്. നേമത്ത് പോയി CPMന് വേണ്ടിയിട്ട് വിടുപണി ചെയ്തുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയെ തോൽപ്പിക്കാൻ വേണ്ടി ശ്രമിച്ച വ്യക്തി. തൃശ്ശൂരിൽ പോയി ഇതേ കാര്യം ചെയ്തു. ഇവിടെ എല്ലായിടത്തും ജനങ്ങൾ 3-ാം സ്ഥാനത്തേക്ക് തള്ളിയ ആ വ്യക്തി
ഈ വട്ടിയൂർക്കാവിലും വീണ്ടും 3ാം സ്ഥാനത്തിന് വേണ്ടി മത്സരിക്കുകയാണ്. ഞാൻ ഇന്നലെ നോമിനേഷൻ നോക്കിയ സമയത്ത് നോമിനേഷൻ വാങ്ങാൻ വേണ്ടിയിട്ട് ശ്രീലേഖ മേഡത്തിന് വേണ്ടി നോമിനേഷൻ വാങ്ങാൻ പോയപ്പോ ഏതോ ഒരു സ്വതന്ത്രനൊക്കെ നോമിനേഷൻ വാങ്ങിയിട്ടുണ്ട്. SUCA കാൻഡിഡേറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. ഇന്നിപ്പോ BSP സ്ഥാനാർത്ഥി വാങ്ങിച്ചു എന്ന് പറയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു 3ാം സ്ഥാനവും പോകും. അതിലും താഴോട്ടുള്ള സ്ഥാനത്തേക്കായിരിക്കും മിക്കവാറും കെ മുരളീധരൻ മത്സരിക്കാൻ പോകുന്നത്. എന്തായാലും CPM വേണ്ടി ചാവേർപ്പാടായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള കെ മുരളീധരനെ ഇവിടുത്തെ ജനാധിപത്യ വിശ്വാസികൾ കൃത്യമായ മറുപടി തന്നെ കൊടുക്കുമെന്നുള്ള പ്രതീക്ഷയും ആത്മവിശ്വാസവും ഭാരതീയ ജനതാ പാർട്ടിക്കുണ്ട്. ഈ പ്രവർത്തനം വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യത്തെ വനിതാ DGP ആയിരുന്ന ആ വ്യക്തി ഭാരതീയ ജനതാ പാർട്ടിയുടെ ആദ്യത്തെ വനിതാ MLA-മാരിൽ ഒരാളായി മാറുന്ന സുദിനം ഏപ്രിൽ 19 ഇവിടുത്തെ ജനങ്ങൾ തീരുമാനിക്കും. അത് കൃത്യമായ റിസൾട്ടിലൂടെ നമുക്കൊക്കെ അനുഭവിക്കാൻ കഴിയുമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ശ്രീമതി ശ്രീലേഖ മേഡത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കാൻ ഒരു കേന്ദ്രമായി പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ തെരഞ്ഞെടുപ്പ് കാര്യാലയം ഇന്നിവിടെ ആരംഭിക്കുകയാണ്. ആ ആരംഭിക്കുന്ന പ്രവർത്തനത്തിന്റെ ഉദ്ഘാടന പരിപാടിയിലാണ് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത്. തിരുവനന്തപുരം നഗരസഭയുടെ ബഹുമാനപ്പെട്ട മേയർ അഡ്വക്കേറ്റ് VV രാജേഷ് അവർകളും ഈ വേദിയിൽ എത്തിയിട്ടുണ്ട്. കൂടുതലൊന്നും സൂചിപ്പിക്കാനില്ല. അദ്ദേഹത്തിന്റെ സാന്നിധ്യം തന്നെ എന്താണ് ഇവിടെ തിരുവനന്തപുരത്ത് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രാധാന്യം എന്ന് കൃത്യമായി വിളിച്ചോതുന്നതാണ്. എന്തായാലും കഴിഞ്ഞ ഡീലിമിറ്റേഷൻ സമയത്ത് ഉൾപ്പെടെയുള്ള നിരവധി കാര്യങ്ങൾ CPM-ന്റെ 14 സിറ്റിംഗ് സീറ്റുകൾ പിടിച്ചെടുത്തുകൊണ്ടാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഭാരതീയ ജനതാ പാർട്ടി വിജയിച്ചിട്ടുള്ളത്. അത് ഇവിടെ നടക്കാൻ പോവുകയാണ്. ഈ വട്ടിയൂർക്കാവിൽ പുതുചരിത്രം എഴുതാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ തെരഞ്ഞെടുപ്പ് കാര്യാലയം ഒരു പ്രധാന കേന്ദ്രമായി മാറുകയാണ് ഇന്നു മുതൽ. അതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട ആന്ധ്രാപ്രദേശിന്റെ ആരോഗ്യമന്ത്രി ശ്രീ സൂര്യകുമാർ യാദവിനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ശ്രീ സത്യകുമാർ യാദവിനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. എല്ലാവരും അവരവരുടെ സീറ്റുകളിൽ ഇരിക്കണം, അല്ലെങ്കിൽ നിന്ന സ്ഥലത്ത് നിൽക്കണം. ഇവിടെ ഒരു ക്രൗഡ് ഉണ്ടാക്കൽ മാധ്യമപ്രവർത്തകർക്ക് അവരുടെ സൗകര്യം ചെയ്തു കൊടുക്കണം. എന്റെ കർത്തവ്യം ഒന്നുകൂടി കൊണ്ട് നമ്മുടെ ബഹുമാനപ്പെട്ട മേയർ എത്താൻ വൈകും
എന്ന് പറഞ്ഞതുകൊണ്ടാണ് നേരത്തെ സ്വാഗതം ആശംസിക്കാതിരുന്നത്. ഇപ്പൊ ഇവിടെ എത്തിച്ചേർന്നു. തിരക്കുകൾക്കിടയിലും ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ ബഹുമാനപ്പെട്ട തിരുവനന്തപുരം മേയർക്ക് ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ മറ്റൊരു സന്തോഷം കൂടി, നമ്മുടെ ദേശീയ പ്രസ്ഥാനങ്ങളുടെ ചുവടി പിടിച്ചുകൊണ്ട് തന്നെ ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നതിന് വേണ്ടിയിട്ട്, ഈ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ സമീപ പ്രദേശത്ത് നിന്ന് ഒരു വീട്ടമ്മ കൂടി നമ്മുടെ പ്രദേശത്തേക്ക്, നമ്മുടെ പ്രവർത്തനങ്ങളിലേക്ക് കടന്നു വരികയാണ്. ജയലക്ഷ്മി എന്നാണ് ആ അമ്മയുടെ പേര്. ജയലക്ഷ്മിയെ നമ്മുടെ ദേശീയ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകുന്നതിന് വേണ്ടിയിട്ട് ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ആ ജയലക്ഷ്മി എന്ന് പറയുന്ന മാതാവിനെ ഷാളണിയിച്ച് സ്വീകരിക്കുന്നതിന് നമ്മുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ ശ്രീ കെ സോമൻ അവരുടെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിനായി ആന്ധ്രാപ്രദേശത്തിന്റെ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി സൂര്യകുമാർ യാദവിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. സത്യകുമാർ. He seemed to be a fan of Surya Kumar Yadav ji time and again. But thanks. Of course, both are sky. He's a star in cricket world and a small karyakarta in BJP. Bharat Mata ki. Soman ji, Sen Kumar ji, V.V. Rajesh ji, and today's special attraction, Vatiyar Kavu, Bharatiya Janata NDA, Bharatiya Janata Party candidate, Sri Rekha ji, and the fellow Karyakartas, leaders present here. Namaskaram to all. I compliment the Karyakartas of Vatiyar Kavu constituency, congratulate them on the occasion of inauguration of election office, and it is only 18 more days to go for elections, and for all of us Karyakartas, office is always like a temple. It's a devalayam. So for next 18 days, the only objective of every Karyakarta should be make Bharatiya Janata Party victorious in Vatiyar Kavu Assembly constituency. And fortunately, you have a candidate with integrity and dynamism, and with a proven track record, both officially and also in the social field, Sri Rekha ji. And also, the Karyakartas of Vatiyar Kavu has proven their mettle in the recent local body election. They should continue the same spirit. I'm pretty confident this assembly election, the Vatiyar Kavu will be the first assembly constituency to win in this election and make this saffron flag brighter. Friends, I come from Andhra Pradesh. Andhra Pradesh, it is a coalition government, and people are witnessing the development. In the past 20 months, of course, I'm a lone BJP minister. The minister from BJP in the Andhra Pradesh cabinet is a coalition government. The people are witnessing the difference of being a double engine sarkar in the state. The Andhra Pradesh was also lagging behind in development, underdeveloped. In the past 20 months, you must have recently seen in the recent the investments, the Bank of Baroda and RBI reports have shown
but almost 25% of the total investment that have come to country of India have gone to state of Andhra Pradesh. This is because of the faith in the leadership, both at the center and also state, Chandrababu Naidu, Narendra Modi ji and Chandrababu ji. So why should the Kerala lag behind? It is such a committed Karyakartas. I've been here before also. In 2019, I was in charge of Lok Sabha elections here. Wherever I go, keep talking about the commitment of Karyakartas. One should salute the unwavering commitment, the undeterred courage, and unflinching commitment of the Karyakartas of Kerala BJP. With such a commitment, but for various reasons, they've always been lagging behind. But probably we failed in taking up that both there is no difference between the Congress and communist parties. In neighboring state like Tamil Nadu, they fight elections together, and when it comes to Kerala, they fight with each other. They flag together here, and they do dosti in Delhi and Kusti in Kerala. It should not go longer. We should create that kind of atmosphere that where people will understand there is double standards of both this LDF and UDF. There is a anti-incumbency against the LDF government, and also there is an anti-incumbency against the candidate because of these unfulfilled promises in the last 10 years. And although the candidates made very promises, big promises, that all those promises have proven to be hollow. Then we should take up all those failures to the public. And India is progressing. The country has seen the Congress government with the support of communist parties for more than 6 decades. In the past 12 years, the difference is visible. The difference ever since Modi ji has taken over as the Prime Minister of India, the difference is visible. Country is progressing. There was a fiscal deficit, there was revenue deficit, there was current account deficit, there was paralysis when he took over the reins of the country. In a just span of few years, with his astounding leadership qualities and out-of-box idea, Narendra Modi ji could transform the otherwise bankrupt economies into one of the largest economies of the world. We stand at the 4th place and we are heading to the 3rd. By the time we celebrate our centenary independence in 2047, I'm pretty confident that the future generation will also witness the country will be number 1 economically in the entire world. This is the scenario across the country, and every state is progressing under the NDA rule. There are 17 states which are ruled by BJP, including Bihar now, and 21 states the NDA is ruling. Almost 70% of this country's land is governed by Bharatiya Janata Party. And those states where there is a double engine sarkar, countries are progressing, as given my own states. Example also like Andhra Pradesh, how it is progressing economically and industrially, despite being it inherited bankrupt economy in Andhra Pradesh also because of the previous regime. But with the blessing of Narendra Modi ji, country, the state of Andhra Pradesh is also progressing, and so is states like Odisha, Madhya Pradesh, Rajasthan, where BJP is ruling continuously for 7 years. And one example I would like to take. See, the many states like Uttar Pradesh, Arunachal Pradesh, Manipur, the BJP has come to power in the second time. Like states like Goa and Haryana, the party has come to government a third time. In states like Maharashtra also third time, like Madhya Pradesh 4th, 5th times, and Gujarat continuously we are ending election after the election continuously for six terms, and we are in the power since 1995. That is almost 31 years. The BJP is ruling the state continuously. The reason being the BJP is fulfilling its promises, whatever made to the people of country, and it is governing as per the aspirations of the people of those states. And Kerala should not be left out. Kerala should not be lag behind when it comes to development or welfare. This is the high time that we should make rid of both the LDF and UDF and bring BJP to the power for the overall development and welfare of the people, overall development of the state, and also welfare of the people. Only under BJP rule, only under double engine sarkar, the state of Kerala can progress. It can join the mainstream of like other state. In all parameters, this state is falling behind. The state, there is a rampant corruption.
It was rampant corruption was prevailed during UDF regime, and it is the same case with the LDF regime also. If you take the 10 years of governance in Kerala, you are well aware than me. It's a regime of scams. It was the same when UDF were ruling the state, and it is no difference when LDF is also in power. It is high time that people of Kerala should understand the difference between the BJP ruled states and the corrupt regimes of UDF and LDF, and also vote BJP to the power for the overall development and future, the development and welfare of the future generations. And also Kerala should join the mainstream form. The Honorable Prime Minister Narendra Modi has set a target of making India a Vikasit Bharat by 2047, a number one economy in the world. The Kerala also should join the mainstream and be the part of making India a Vikasit Bharat. With this, I once again compliment and congratulate the Karyakartas of Vattivarkavu constituency, and my best wishes to the Sri Lanka Madam, who has a proven track record. You take the example of the incumbent MLA and you take the image of our BJP candidate. You take the performance of the incumbent MLA. You take the example of Sri Lanka ji as an officer and also after becoming the corporator. With such a big stature, she has given consent to contest the elections as a corporator, so as to do some service to the people of Thiruvananthapuram, and this service, this motto of her motto of doing service should continue, and Vattivarkavu also should prosper along with the other constituencies of the state, and it should be Vattivarkavu. I'm trying to tell that it should be the first constituency to register a win in the state of Kerala in the ensuing elections. I compliment all the Karyakartas once again. Thank you. Namaskar. താങ്ക്സ് സത്യകുമാർ ജി. അടുത്തതായി ഈ പരിപാടിയിൽ മുഖ്യപ്രഭാഷണം നടത്തുവാനായി എത്തിയിട്ടുള്ള റിട്ടയർഡ് DGP ശ്രീ TP സെൻകുമാർ സാർ അവരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ യോഗത്തിന്റെ അധ്യക്ഷൻ ശ്രീ ഗിരികുമാർ, ഇത് ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട ആന്ധ്രാപ്രദേശ് ആരോഗ്യ വകുപ്പ് മന്ത്രി ശ്രീ സത്യൻകുമാർ യാദവ്, ശ്രീമതി ശ്രീലേഖ, ശ്രീ VV രാജേഷ്, എല്ലാ ബഹുമാന്യ സ്നേഹിതരെ, സുഹൃത്തുക്കളെ, I have to say that Sri Satyakumar Yadav is known to me from 2019. मैं आपको 2019 से जानता हूं, और एक और बात है, आपके there in the assembly there is Palla Sindhura Reddy, daughter of Shankar Reddy. You are our batchmate. Below me, above her, Nirvana constituency. So Shankar Reddy's daughter, Shankar Reddy ഇവിടുത്തെ ഒരു DGP ആയിരുന്നു. അദ്ദേഹത്തിന്റെ മകള് പല്ല സിന്ദൂര റെഡ്ഡി ഇപ്പോൾ ആന്ധ്രാപ്രദേശ് നിയമസഭയിൽ ഒരു അംഗമാണ്. അദ്ദേഹത്തിന്റെ തൊട്ടടുത്തുള്ള കോൺസ്റ്റിറ്റ്യുവൻസിയാണ് അവരുടേത്. എനിക്ക് തോന്നുന്നു തൊട്ടടുത്ത് തന്നെ ഉള്ള ഇത് അംഗമാണ്. ശ്രീ K മുരളീധരന്റെ രണ്ടാം വരവ് വട്ടിയൂർക്കാവിലേക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ എന്തിനാണ് ഇദ്ദേഹം ഇപ്പോൾ ഇങ്ങോട്ട് വരുന്നത്? നേരത്തെ പറഞ്ഞതുപോലെ ഇന്നൊരു പോസ്റ്റ് ഉണ്ടായിരുന്നു, വട്ടിയൂർക്കാവ് എന്നെ ചതിക്കില്ല എന്ന്. പക്ഷെ വട്ടിയൂർക്കാവിനെ K മുരളീധരൻ ചതിക്കുമെന്ന്
വട്ടിയൂർക്കാവുകാർക്ക് അറിയാം. കാരണം 2019 ലോക്സഭാ ഇലക്ഷൻ വന്നപ്പോൾ അദ്ദേഹം വിചാരിച്ചു ഇതാ മോഡിജി ഗവൺമെന്റ് ഇനി ഉണ്ടാകില്ല, അവിടെ കോൺഗ്രസ് ഗവൺമെന്റ് വരാൻ പോവാണ്, ജയിക്കാൻ പറ്റിയ സ്ഥലമാണ് വടകര. MLA സ്ഥാനം പകുതിയിട്ടിട്ട് നേരെ വടകരയ്ക്ക് പോയി. എന്നിട്ട് മന്ത്രിയായോ? മന്ത്രിയായില്ല. മോഡിജി 303 സീറ്റ് ഒറ്റയ്ക്ക് നേടി അധികാരത്തിൽ തുടർന്നു. അത് കഴിഞ്ഞ് അദ്ദേഹം നേമത്ത് ഒരു ചാവേറായി നമ്മുടെ BJP സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ അവതരിച്ചു. സാമേറാണോ CND ആണോ എന്ന് പറയാൻ വയ്യ, ഏതായാലും അങ്ങനെ ഇവിടെ അവതരിച്ചു. അപ്പോൾ അതുകൊണ്ട് അത് കഴിഞ്ഞ് അതിന് പകരം തൃശൂർ അദ്ദേഹത്തിന് കിട്ടി. അവിടെ ശ്രീ സുരേഷ് ഗോപി മൂന്നാം സ്ഥാനത്ത് പോകും എന്ന് പറഞ്ഞ് പ്രസംഗിച്ച് നടന്ന അദ്ദേഹത്തിന് 3ാം സ്ഥാനം കിട്ടി. അതും വസ്തുതയാണ്. കഴിഞ്ഞ 35 വർഷമായിട്ട്, അതിൽ 1 വർഷം ഒഴികെ, ഞാൻ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ സ്ഥിരമായിട്ട് താമസിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഈ 35 വർഷം വട്ടിയൂർക്കാവിൽ യാതൊരു മാറ്റവും വന്നിട്ടില്ല. അന്നുണ്ടായിരുന്നതിൽ ആ സരസ്വതി വിദ്യാലയം വലുതായി എന്നുള്ളതല്ലാതെ എന്ത് മാറ്റങ്ങളാണ് നമ്മൾ കഴിഞ്ഞ 35 വർഷമായിട്ട് ഞാൻ കാണുന്നില്ല. കാര്യമായ യാതൊരു വികസന പ്രവർത്തനവും നടക്കുന്നില്ല. ഇപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയിട്ട് പേരൂർക്കട ജംഗ്ഷനിൽ ചെന്നാൽ എന്ത് ചെയ്യണം? എത്ര സമയം കഴിയണം ഒരു സ്ഥലത്തേക്ക് പോകണമെങ്കിൽ? ഈ ജംഗ്ഷൻ വലുതാക്കുമെന്ന് പറഞ്ഞു. എന്തെങ്കിലും കാര്യമായിട്ട് നടന്നോ? ഒന്നും നടക്കുന്നില്ല. അപ്പോൾ ശ്രീ VK പ്രശാന്ത് വന്നിട്ടും യാതൊരു പ്രയോജനമില്ല. അദ്ദേഹത്തിന്റെ കുറച്ച് കൂട്ടുകാർക്കും ബാക്കിയുള്ളവർക്കും അതെനിക്ക് തോന്നുന്നു ശ്രീലേഖ പറയുന്നു തോന്നുന്നു, അതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. അപ്പൊ അതുകൊണ്ട് UDFന്റെ ഭരണം വന്നാലും LDFന്റെ ഭരണം വന്നാലും ചെകുത്താനും കടലിനും ഇടയിലാണ് ജനം. ഒന്ന്, ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ള ആളുകളെ പ്രീണിപ്പിച്ച് ജമാഅത്തെ ഇസ്ലാമിയുടെ അമീറായി നടക്കുന്ന VD സതീശനെ പോലുള്ള നേതാക്കളെ ഉൾക്കൊള്ളുന്ന UDF. രണ്ടൊന്ന്, അഴിമതി, സ്വജനപക്ഷപാതം, അതുപോലെ ഏത് രംഗം എടുത്തു നോക്കിക്കോ, ആരോഗ്യരംഗം, എനിക്ക് കഴുത്ത് വേദനിക്കുന്നു. അപ്പൊ അതുകൊണ്ട് കഴുത്ത് വേദനിക്കുന്നു. അഭിനയിക്കാൻ നന്നായിട്ട് അറിയാവുന്ന ഒരു മുഖ്യമന്ത്രിയും ഒരു ആരോഗ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും, വിദ്യാഭ്യാസത്തിന്റെ ABCD അറിയാത്ത വിദ്യാഭ്യാസ മന്ത്രിയും, അങ്ങനെയുള്ള ആളുകൾ ഭരിച്ചിരുന്ന ഒരു ഭരണം ആ കാലഘട്ടത്തിന് തൂത്തെറിയാനുള്ള സമയം ആഗതമായിരിക്കുന്നു. നമ്മൾ ഓരോ സ്ഥലത്തും പോകുക, അവരെ രണ്ടുപേരെയും തൂത്തെറിഞ്ഞ് അറബിക്കടലിൽ അയക്കേണ്ട നവ്യപ്രകാശമാണ് BJPയുടെ സ്ഥാനാർത്ഥി. നമ്മൾക്ക് സ്ഥാനാർത്ഥി ആരാണെന്നും ഇമ്പോർട്ടന്റ് ആണ്, ആരുടേതാണെന്നും ഇമ്പോർട്ടന്റ് ആണ്. ഇത് താമര ചിഹ്നത്തിലാണ്. എവിടെയായാലും കണ്ണുമടച്ച് താമരയിൽ അതിൽ നമ്മൾ വോട്ട് ചെയ്യും എന്ന് നമ്മൾ എല്ലാവരോടും ഉറപ്പിക്കണം. ഇപ്പോ കേരളത്തിലെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് നോക്കിയാല് ആർക്കാണ്, നമ്മൾ ഗൂഗിളിൽ പോയി ചെക്ക് ചെയ്താൽ കേരളം എന്ന് കാണാം. എങ്ങനെയാണ് സംഭവിച്ചത്? എങ്ങനെയാ സംഭവം? ആന്ധ്രാപ്രദേശിലും ഒന്നുമല്ല. അവിടെ പറഞ്ഞു ഇന്ത്യയിൽ വന്ന ഇൻവെസ്റ്റ്മെന്റിന്റെ 25% ആന്ധ്രാപ്രദേശിൽ വന്നിരിക്കുന്നത്. അവർക്ക് 1ാം സ്ഥാനമില്ല. 1ാം സ്ഥാനം കേരളത്തിനാണ്. ഇൻ ഗൂഗിൾ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്, യു ഗോ ടു ഗൂഗിൾ, യു വിൽ സി കേരള ദ ഫസ്റ്റ്. ഹൗ ഡിഡ് ദേ ഡു ദാറ്റ്? എങ്ങനെയാണ് അവർ ചെയ്തത്? നമ്മുടെ എല്ലാ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഇതുവരെ കേരളം ഉണ്ടായത് മുതൽ ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ സ്ഥാപനങ്ങളെയും രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞു. രജിസ്റ്റർ ഉദ്യാൻ ആ ഒരു സ്കീമിൽ ചേർത്ത് രജിസ്റ്റർ വെച്ചു. അങ്ങനെ എണ്ണം കൂട്ടി. അപ്പൊ ഈ നോം പഠിച്ചു. എങ്ങനെയാണ് കേന്ദ്ര ഗവൺമെന്റ് ഇത് തയ്യാറാക്കുന്നതെന്നുള്ള നോം പഠിച്ചതിന് ശേഷം ആ നോം അനുസരിച്ച് പഴയ സ്ഥാപനങ്ങളെ മുഴുവൻ രജിസ്റ്റർ ചെയ്ത് ആ 1ാം സ്ഥാനത്ത് മേടിച്ചിരുന്നിട്ടാണ് ഇവിടുത്തെ ഫൈനാൻസ് മിനിസ്റ്ററും ഇൻഡസ്ട്രീസ് മിനിസ്റ്ററും ഒക്കെ ഞെളിഞ്ഞിരുന്ന് പറയുന്നത് ഞങ്ങൾ ഈസ് ഓഫ് ഡൂയിങ്ങിൽ 1ാം സ്ഥാനത്താണെന്ന്. ഒന്നുമില്ല എന്ന് നമുക്കറിയാം. ഒരു സാധനം പുതിയതായിട്ട് വരാനോ ഉണ്ടായിരുന്നതിനെ പൂട്ടിക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് കേരളത്തില് ഇപ്പൊ എല്ലാവരും പറയും പവർ കട്ടില്ല. കേരളത്തിൽ വൈദ്യുതി ഉൽപ്പാദിച്ചത് കേന്ദ്ര ഗവൺമെന്റ് വന്നതിന് ശേഷം
വൈദ്യുതിയുടെ കാര്യത്തിലുണ്ടായത് വർധന അത്ര അധികമാണ്. ഇന്ന് ഇന്ത്യയിലെ എല്ലാ ഗ്രാമങ്ങളിലും വൈദ്യുതി ഉണ്ട്. അവിടെ നിന്ന് ആവശ്യത്തിന് വൈദ്യുതി കൊടുക്കാൻ സാധിക്കുന്നു. അയൽ രാജ്യങ്ങൾക്ക് വരെ വൈദ്യുതി കൊടുക്കുന്നു. അതുകൊണ്ട് മോഡിജിക്ക് നന്ദി പറയണ ഇവിടെ പാർക്കട്ടില്ലെങ്കിൽ, അല്ലാതെ സ്വയം പുകഴ്ത്തുകയല്ലേ വേണ്ടത്. അതുപോലെ ഇവിടെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം തീർന്നു, അതിദരിദ്രരില്ല എന്ന് പറയുന്നു. 1,57,00,000 പേർക്കാണ് 35 കിലോ റേഷൻ കൂടി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ അതിദാരിദ്ര്യമില്ലാതായത്. ആർക്കാണ് നന്ദി പറയേണ്ടത്? മോഡിജിക്ക് നന്ദി പറയണം. ഇതുപോലെ കർഷക ആനുകൂല്യങ്ങൾ, അതുപോലെ തുടങ്ങി ഇനി വിലക്കയറ്റത്തിന്റെ കാര്യം എടുത്താൽ കേരളത്തിന് 1ാം സ്ഥാനമാണ്. അതുപോലെ ഇപ്പൊ ശബരിമലയുടെ ഇഷ്യൂ, ആ അഫിഡവിറ്റിൽ കൊടുത്തിരിക്കുന്ന ഒരു കാര്യം നോക്കണം. ശബരിമലയെ കുറിച്ച് കൊടുത്തിരിക്കുന്നതില് ചേർത്തിരിക്കുന്നതാണ് വഖഫിനോടും ക്രിസ്തീയ സഭകളോടും കൂടി ചർച്ച ചെയ്തിട്ട് ശബരിമലയെ പറ്റി തീരുമാനമെടുക്കാൻ പറ്റുള്ളൂ എന്ന്. അത് മാത്രമല്ല, ഒരു കൃത്യമായ നമ്മുടെ ആവശ്യം ആ അഫിഡവിറ്റിൽ ഇതുവരെ കൊടുത്തിട്ടില്ല. പിന്നെ ശബരിമലയിൽ അടക്കം ക്ഷേത്രങ്ങളിൽ നടത്തുന്ന കൊള്ള നമ്മൾ മറക്കരുത്. നമ്മൾക്ക് ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത ഒന്നാണ്. ഏതായാലും എനിക്ക് മറക്കാൻ പറ്റില്ല. 993 കേസ് എനിക്ക് അടിച്ചേൽപ്പിച്ചവരാണ്. ഞാൻ വീട്ടിലിരുന്ന് TV കണ്ടു എന്ന് മാത്രമേ കുറ്റമുള്ളൂ. പക്ഷെ എനിക്കത് 993 കേസാണ് എടുത്തത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു വിഭാഗം, അപ്പൊ അതുകൊണ്ട് ഈ പോലീസ് പക്ഷപാതിത്വം നമുക്കറിയാം. പോലീസിനെ ഷണ്ടന്മാരാക്കി, ഒന്നിനും കൊള്ളാത്തവരാക്കി. ഞാൻ എന്റെ മേധാവിയായിരുന്ന ആളാണ്, നാണമുണ്ടത് പറയാനായിട്ട്. പക്ഷെ അത് നടക്കുമ്പോ അങ്ങനെയല്ല എന്ന് പറയാനായിട്ട് എനിക്ക് പറ്റില്ല. ഞാൻ പലപ്പോഴും അവരോട് ചോദിക്കാറുണ്ട്, IPS ഉദ്യോഗസ്ഥന്മാരോട്, നിങ്ങൾക്ക് അല്പം നട്ടലോട് പെരുമാറിക്കൂടെ? ഞാൻ ഓപ്പണായിട്ട് തന്നെ പറയുന്നു, ഓപ്പണായിട്ട് എഴുതിയിട്ടുണ്ട്, എല്ലാം കൊടുക്കുന്നുണ്ട്. ഇനി ഈ മന്ത്രിസഭ അല്ല ഭരിക്കുന്നത്. ഇപ്പോഴത്തെ കാലത്ത് ഇലക്ഷൻ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ പി ശശിക്ക് DGPയെ വിളിക്കാൻ അധികാരമില്ല, DGPക്ക് പി ശശികനെയോ മുഖ്യമന്ത്രിയോ വിളിക്കാൻ അധികാരമില്ല. അത്യാവശ്യ കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ സംസാരിക്കാൻ അധികാരമുള്ളൂ. അതുകൊണ്ട് ഈ രാവത ചന്ദ്രശേഖരന് വേണ്ടിയാണ് ഞാൻ ഈ പാടുപെട്ട് ഈ ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ വിരുദ്ധനായത്. കൂത്തുപറമ്പ് കേസ് നടത്താൻ പോയതാണ് ഞാൻ രാവത ചന്ദ്രശേഖരനെ രക്ഷപ്പെടുത്താൻ. ആ രാവതയോട് എനിക്ക് പറയാനുള്ളത്, ഇനിയെങ്കിലും നിങ്ങളുടെ തനി സ്വഭാവം പുറത്തെടുത്ത് നിഷ്പക്ഷനായിട്ട് പ്രാർത്ഥിക്കുക എന്നുകൂടിയാണ്. അതിവിടെ ഞാൻ ആവർത്തിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ക്രിമിനൽ വിളയാട്ടം എന്തൊക്കെയാ കാണുന്നത്? ഇന്നലെ കണ്ടില്ലേ വീഡിയോയില്? പട്ടാപ്പകല് വണ്ടി ഇടിച്ചിട്ട് വെട്ടിക്കൊല്ലുന്നു. എന്തെല്ലാം കാര്യങ്ങളാണ് നടക്കുന്നത്? ആർക്കും ഒന്നിനും ഉത്തരവാദിത്വം ഒന്നുമില്ല. ലോകത്തില് ഓസ്കാർ അവാർഡ് കിട്ടാവുന്ന വിധത്തിലാണ് മുഖ്യമന്ത്രിയുടെ സ്വഭാവം. കഴിഞ്ഞ കാലത്ത് പറഞ്ഞതിന് നേരെ ഘടകവിരുദ്ധമായിട്ടാണ് ഇപ്പൊ പറയുന്നത്. 2 വീഡിയോ ഒന്ന് എടുത്തു വെച്ച് നോക്കിയാൽ മതി, എങ്ങനെയാണ് ഈ മുഖ്യമന്ത്രിയും മറ്റുള്ളവരും അവരുടെ ആൾക്കാരും കഴിഞ്ഞ കാലങ്ങളിൽ സംസാരിച്ചതെന്നും ഇപ്പോ സംസാരിക്കുന്നതെന്നും. അതുപോലെ എല്ലാം ഇതുപോലെ കിടക്കുകയാണ്. അതുകൊണ്ട് വികസനം കൊണ്ട് വരുന്ന അഴിമതി ഇല്ലാത്ത കേരളത്തിന് തനത് സമ്പ്രദായങ്ങളുള്ള, അതുപോലെ ആയുർവേദിക് ടൂറിസം അടക്കം എല്ലാ ടൂറിസം രംഗത്തും വികസിക്കാവുന്ന വികസന സാധ്യതയുള്ള ഏറ്റവും വലിയൊരു സംസ്ഥാനമാണ് കേരളം. അത് ഉപയോഗിക്കണം, ഇല്ലാതാക്കലല്ല വേണ്ടത്. അതോടൊപ്പം എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഇത് കൗൺസിലർമാർക്കെല്ലാം ശ്രീ VV രാജേഷ് ഓരോന്ന് കൊടുത്തിട്ടുണ്ട്. ഇതില് I have prepared a book, Satyakumarji, I have prepared this is in Malayalam, Vikasita Bharatത്തിലേക്ക്. This you will understand even if I read in Malayalam. ശ്രീ നരേന്ദ്ര മോദിയുടെ നേതൃത്വത്തിൽ വികസിത് ഭാരത് ലക്ഷ്യമാക്കി 11 മഹത്തായ വികസന വർഷങ്ങൾ, ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന്റെ, സ്ത്രീ ശാക്തീകരണത്തിന്റെ, ജനസുരക്ഷയുടെ, രാജ്യസുരക്ഷയുടെ, സാങ്കേതിക മുന്നേറ്റത്തിന്റെ, സ്വയാശ്രയത്തിന്റെ, സുസ്ഥിര വികസനത്തിന്റെ, സ്വാഭിമാനത്തിന്റെ 11 ആണ്ടുകൾ. This is I have prepared. Actually, if anybody want to buy it and Sri Lanka, give this to your voters. Let some of them understand. I am not promoting my book because first book I ended with a loss.
So I don't know. This is my second larger edition. First book was actually published through our Honorable Governor. I have also completed the work on, today I completed the draft on English. That is useful to India altogether with a special emphasis on Kerala. This also covers Kerala specifically on 20 pages. All those lies, എല്ലാ നുണകളും ഈ മാർക്സിസ്റ്റുകാരും അതുപോലെ കോൺഗ്രസും പറയുന്ന നുണകള് നിങ്ങൾക്ക് ഇതുകൊണ്ട് ഇല്ലാതാക്കാൻ കഴിയും. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള കണക്കുകൾ കൃത്യമായിട്ട് പറഞ്ഞ് ജനങ്ങൾക്ക് കേരളത്തിൽ കിട്ടിയിട്ടുള്ള നന്മകൾ BJPയുടേതാണ്, അല്ലാതെ ഇവിടെ ഇരുന്ന് കട്ടുമുടിച്ച ഈ പറയുന്ന പിണറായി ഗവൺമെന്റിന്റേതല്ല. ഈ നശിച്ചുപോയ കേരളത്തെ നന്നാക്കിയെടുക്കാനായിട്ട് അതിൽ വരേണ്ട ഒരു സാരഥിയായിട്ട് ശ്രീമതി ശ്രീലേഖയ്ക്ക് താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്യണം എന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കണം. അത് ഉറപ്പാക്കണം. വോട്ടിന്റെ സമയത്ത് ചെയ്യേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തിയാണ്. ഫ്ളാറ്റുകൾ ധാരാളമുണ്ട്. അവിടെ പോകുന്ന സമയത്ത് അവിടുത്തെ സെക്യൂരിറ്റിയുടെ കയ്യിലൊന്നും കാർഡൊക്കെ ഒന്നും കൊടുത്തിട്ട് പോകരുത്. അവിടുത്തെ വീടുകളിൽ ഉള്ളിൽ പോയി തന്നെ എല്ലാം കൊടുക്കണം. അങ്ങനെ എല്ലാവരും അറിയണം. എല്ലാവരും വോട്ട് ചെയ്യാൻ എത്തണം. വോട്ട് ചെയ്യാൻ താല്പര്യമുള്ള BJPയെ സപ്പോർട്ട് ചെയ്യുന്ന NDA സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും അവിടെ എത്താൻ സൗകര്യം ഉണ്ടാക്കണം. അങ്ങനെയുള്ള കാര്യങ്ങൾ ഉറപ്പാക്കിയാൽ തീർച്ചയായിട്ടും ശ്രീമതി ശ്രീലേഖയ്ക്ക് ഒരു ചരിത്രം ഇവിടെ കുറിക്കാൻ സാധിക്കും. കേരളത്തിൽ മറ്റൊരു ചരിത്രം കുറിക്കാനും കൂടി ആകട്ടെ. അതിലൊരു നല്ലൊരു തൂണായിട്ട് മാറാനായിട്ട് ശ്രീമതി ശ്രീലേഖയ്ക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ മുഖ്യപ്രഭാഷണം അവസാനിപ്പിക്കുകയാണ്. ജയ് ഹിന്ദ്. അടുത്തതായി തിരുവനന്തപുരം നഗരസഭയുടെ ബഹുമാനപ്പെട്ട മേയർ അഡ്വക്കേറ്റ് VV രാജേഷ് അവർ ഇവിടുത്തെ നേരത്തെ തന്നെ ഈ മണ്ഡലത്തിലെ സുപരിചിതനും കൂടിയായിട്ടുള്ള മുൻ ജില്ലാ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള അഡ്വക്കേറ്റ് VV രാജേഷ് അവരെ ക്ഷണിക്കുന്നു. പരിപാടിയുടെ അധ്യക്ഷൻ, അതോടൊപ്പം തന്നെ വേദിയിലുള്ള പ്രിയപ്പെട്ട മന്ത്രി ശ്രീ സത്യകുമാർജി, BJPയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ ശ്രീ K. സോമൻ അവർ, നമ്മുടെ എവരുടെയും പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി ശ്രീലേഖ ചേച്ചി, പ്രിയപ്പെട്ട സെൻകുമാർ സാർ, മറ്റ് പത്മനാഭ സാറുണ്ട്, ഗിരികുമാർ, ജയശ്രീ ചേച്ചി, മണ്ഡലം കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ മണികണ്ഠൻ ചേട്ടൻ, പാങ്ങപ്പാറ രാജീവ്, മറ്റ് എല്ലാവർക്കും പ്രിയപ്പെട്ട സഹപ്രവർത്തക സുഹൃത്തുക്കളെ നമസ്കാരം. ഏപ്രിൽ 9 മുൻപ് ഒരുപാട് പ്രസംഗിക്കേണ്ടതായിട്ടുള്ളത് കൊണ്ടും വളരെ നല്ല പ്രസംഗങ്ങൾ കഴിഞ്ഞതുകൊണ്ടും എല്ലാ കാര്യങ്ങളും ഞാനിവിടെ സംസാരിച്ച് തീർക്കുന്നില്ല. കാരണം ചെറുതും വലുതുമായ നിരവധി യോഗങ്ങൾ ഇനിയുമുണ്ട്. വളരെ വലിയൊരു കേരളത്തിൽ ഇതുവരെയും സംഭവിക്കാത്ത രാഷ്ട്രീയ സാഹചര്യമാണ് ഈ തെരഞ്ഞെടുപ്പ് അടുത്തതിലൂടെ നമ്മൾ കേരളത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. രണ്ട് കാര്യങ്ങളാണുള്ളത്. ഒന്ന്, കഴിഞ്ഞ 10 വർഷവും പിണറായി വിജയൻ ഈ സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്നുവെങ്കിൽ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ഈ സംസ്ഥാനത്തെ ഓരോ ദിവസവും കൊള്ളയടിച്ചുകൊണ്ടിരിക്കുന്നുവെങ്കിൽ അതിൽ ഒന്നാം പ്രതി കേരളത്തിലെ UDF ആണ്. 40 MLA-മാരെ 40-45 MLA-മാരെ കൊടുത്തിട്ട് ഒരു ദിവസം പോലും നിയമസഭയ്ക്കകത്തോ പുറത്തോ കഴിഞ്ഞ 10 വർഷമായി LDF ഗവൺമെന്റിനെതിരെ ചരിത്രത്തിലിടം നേടുന്ന ഒരു സമരം പോലും ചെയ്യാൻ സാധിക്കാത്ത പ്രതിപക്ഷമാണെന്ന് കേരളത്തിന്റെ തകർച്ചയ്ക്ക് ഒന്നാം പ്രതി എന്നാണ് എനിക്ക് ആദ്യമായി ഇവിടെ പറയുവാനുള്ളത്. ഏതെങ്കിലും കഴിഞ്ഞ 10 വർഷത്തെ പിണറായി ഗവൺമെന്റിനെതിരായിട്ട് കേരളത്തിന്റെ ചരിത്രത്തിലിടം നേടിയ ഏതെങ്കിലും ഒരു സമരം രമേശ് ചെന്നിത്തലയുടെയോ VD സതീശന്റെയോ നേതൃത്വത്തിൽ കേരളത്തിൽ നടന്നിട്ടുണ്ടോ? കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിലുള്ള ഒരു സമരം നടന്നിട്ടുണ്ടോ? നടന്നിട്ടില്ല. ശബരിമലയുമായി ബന്ധപ്പെട്ട്
BJPയും അനുബന്ധ പ്രസ്ഥാനങ്ങളും നടത്തിയ സമരമല്ലാതെ പിണറായി വിജയന്റെ 10 വർഷം പിണറായി വിജയന്റെ അഴിമതിയുടെ ആറാട്ട് നടന്നപ്പോൾ അതിന് പഞ്ചപുച്ഛമടക്കി എല്ലാ സംവിധാനവും സഹായവും ചെയ്തു കൊടുത്ത, അതിന് എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്തവരായിരുന്നു രമേശ് ചെന്നിത്തലയും VD സതീശനും. ഈ രാഷ്ട്രീയമാണ് കേരളം ചർച്ച ചെയ്യുന്നത്. മറുഭാഗത്ത് മാർക്സിസ്റ്റ് പാർട്ടി. നമുക്കറിയാം മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംഘടന അടിത്തറയെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഒരു സംശയവും വേണ്ട, പശ്ചിമ ബംഗാളിൽ സംഭവിച്ചതിനേക്കാൾ ഭീകരമായ തകർച്ചയാണ് ആ പാർട്ടി നേരിടുന്നത്. ഞാൻ പറയാൻ കാരണം, മലപ്പട്ടം എന്നുള്ളൊരു പഞ്ചായത്തിൽ ഞാനൊരിക്കൽ പോയിട്ടുണ്ട്. ഒരിക്കൽ മാത്രമേ ജീവിതത്തിൽ പോയിട്ടുള്ളൂ. ഒരിക്കൽ CPM-ന്റെ അക്രമം സഹിക്കാതെ വന്നപ്പോഴേക്കും CPM ഗ്രാമങ്ങളിലേക്ക് BJP 2010-13 കാലഘട്ടത്തിൽ നടത്തിയ ഒരു ജാഥയുടെ ഭാഗമായിട്ടാണ് ഞാൻ അവിടെ പോയത്. അവിടെ പോയി പ്രസംഗിക്കുമ്പോഴേക്കും 4 ചുറ്റും പാരാമിലിറ്ററി ഫോഴ്സിനെ അണിനിരത്തിയിട്ടാണ് ഞങ്ങൾക്ക് പ്രസംഗിക്കുവാനുള്ള അവസരം ഉണ്ടാക്കുന്നത്. അത്രത്തോളം CPM മാത്രമുള്ള, മറ്റാർക്കും നാമനിർദ്ദേശ പത്രിക കൊടുക്കാൻ പറ്റാത്ത സ്ഥലമാണ് മലപ്പട്ടം. ആ മലപ്പട്ടത്തു നിന്നാണ് CPM-ന്റെ വിമത സ്ഥാനാർത്ഥി വന്നിരിക്കുന്നത്, ഗോവിന്ദൻ. തീർച്ചയായിട്ടും ആ പാർട്ടിയുടെ തകർച്ച, ഇപ്പൊ സുധാകരനായിക്കോട്ടെ ഗോവിന്ദനായിക്കോട്ടെ, ആ പാർട്ടിയുടെ തകർച്ച പശ്ചിമ ബംഗാളിനേക്കാളും ഭീകരമായി ആരംഭിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം, ഞാനത് പറയാൻ കാരണം, ഇപ്പൊ തിരുവനന്തപുരം കോർപ്പറേഷന്റെ മേയർ എന്നുള്ള നിലയ്ക്ക് ഞാനും അതോടൊപ്പം തന്നെ ഞങ്ങൾ സഹപ്രവർത്തകർ ശ്രീ ചേച്ചിയും ഗീയും ദൈവമൊക്കെ തന്നെ സുമിയൊക്കെ ഉണ്ട്, ഞങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസം കൊണ്ട് പ്രവർത്തിക്കുകയാണ്. സത്യത്തിൽ ഇന്ന് 2024-25 സാമ്പത്തിക വർഷം ഓഡിറ്റ് ചെയ്ത ഓഡിറ്റർമാര് ഇന്ന് അവിടെ വന്നിരുന്നു. ഇന്ന് രാവിലെ 11 മണി മുതൽ 2 മണി വരെ അവരുടെ ഒരു മീറ്റിംഗ് ആയിരുന്നു. 24-25 സാമ്പത്തിക വർഷം അവർ കണ്ടെത്തിയ കാര്യങ്ങൾ. ഞങ്ങൾ കുറെ കാര്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അവർ കണ്ടെത്തിയ കാര്യങ്ങളോട് ഞങ്ങളുടെ പറഞ്ഞപ്പോഴേക്കും ഇത്രയും വലിയൊരു ബോംബിന്റെ പുറത്താണല്ലോ ഞങ്ങൾ ഇരിക്കുന്നത് എന്നുള്ള ആശങ്കയാണ് അതിനുശേഷമുള്ള ഓരോ നിമിഷവും ഞങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഭരണം ഉപയോഗിച്ചുകൊണ്ട് സാധാരണക്കാരായ ജനങ്ങളുടെ നികുതിപ്പണവും അതുപോലെ തന്നെ ജനങ്ങൾക്ക് ഗുണകരമായ കാര്യങ്ങൾ വരേണ്ട പണവും കട്ടെടുത്തുകൊണ്ടൊരു മാഫിയ സംഘം തിരുവനന്തപുരത്ത് വിളയാടുന്നുകൊണ്ട് കഴിഞ്ഞ 10 വർഷമായിട്ട് കേരളത്തെ വിറ്റ് തുലച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരായിട്ടുള്ള ഒരു വിധിയെഴുത്തായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഞാനിപ്പോ കണക്ക് നോക്കുകയായിരുന്നു. 24 വാർഡുകളുള്ള വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിൽ 11 വാർഡും വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചുകൊണ്ട് ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന BJP-യാണ്. 4 വാർഡുകളാണ് LDF-നുള്ളത്. എവിടെ ജയിക്കുമെന്ന് പറയുന്നത് LDF? 4 വാർഡുകളാണ് LDF-നുള്ളത്. എവിടെ ജയിക്കുമെന്ന് പറയുന്നത്? അസംബ്ലി തെരഞ്ഞെടുപ്പിൽ വർഷങ്ങളായിട്ട് UDF 3ാം സ്ഥാനത്താണ്. വളരെ പരിതാപകരമായ അവസ്ഥയിൽ 3ാം സ്ഥാനത്താണ്. ഒരു പ്രതിപക്ഷം പോലും വാങ്ങാൻ വേണ്ടി UDF-ന് സാധിക്കുന്നില്ല എന്നുള്ള സാഹചര്യം വന്നിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് തിരുവനന്തപുരത്തെ എന്നല്ല കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും ഒരു വികസനത്തിന് വേണ്ടിയുള്ള ഒരു അടിത്തറ ഒരുക്കുന്നതായിരിക്കണം ഈ തെരഞ്ഞെടുപ്പ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞങ്ങൾ തിരുവനന്തപുരം കോർപ്പറേഷൻ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന സാധാരണക്കാരായ ജനങ്ങൾക്ക് ആവശ്യമുള്ള പദ്ധതികൾ, അതിന് ഒരു 4 MLA-മാരെ കൂടി ഈ കോർപ്പറേഷനുള്ളിൽ ലഭിച്ചു കഴിഞ്ഞാൽ യാതൊരു സംശയവും വേണ്ട, നിമിഷങ്ങൾ കൊണ്ട് അതിന് ചിറക് വയ്ക്കും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് നല്ല ആത്മവിശ്വാസമുണ്ട്. ആ ഒരു സഹായവും സഹകരണവും തേടിക്കൊണ്ടുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ്. അതുപോലെ തന്നെ നമ്മുടെ സ്ഥാനാർത്ഥി തീർച്ചയായും അഡ്മിനിസ്ട്രേഷൻ രംഗത്ത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് കൊണ്ട് തന്നെ കോർപ്പറേഷനുള്ളിൽ നടത്തുന്ന അഭിപ്രായ പ്രകടനങ്ങളിലായിക്കോട്ടെ, മറ്റ് ഏത് പ്രകോപനകരമായ സാഹചര്യം LDF-ഉം UDF-ഉം ചേർന്നുകൊണ്ട് അതിനകത്ത് ഒരുക്കാൻ നോക്കിക്കഴിഞ്ഞാലും വളരെ വളരെ ഇഫക്റ്റീവായിട്ട് ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് അതിനെ നേരിട്ടുകൊണ്ട് പാർലമെന്ററി രംഗത്തും അഡ്മിനിസ്ട്രേഷൻ രംഗത്തും ഏറ്റവും കഴിവ് തെളിയിപ്പിച്ച് മുന്നോട്ട് പോകുന്ന നമ്മുടെ സ്ഥാനാർത്ഥിയാണ് ഇവിടെ ലഭിച്ചിരിക്കുന്നത്. ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് തന്നെ ഒരു MLA എന്ന നിലയിലേക്ക് ജനങ്ങൾ മനസ്സിൽ സ്വീകരിച്ചു എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. ഞാൻ 2 പ്രാവശ്യം മത്സരിച്ച നിയോജക മണ്ഡലമാണ് ഈ മണ്ഡലം. ആദ്യം ഞാനിവിടെ മത്സരിക്കാൻ വരുമ്പോഴേക്കും 5700 വോട്ടാണ് നമുക്ക് ഉണ്ടായിരുന്നത്. ആ തെരഞ്ഞെടുപ്പിൽ 13,400 വോട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടി സാധിച്ചു. പിന്നീട് നമുക്ക് പല തെരഞ്ഞെടുപ്പുകളിലും ഈ മണ്ഡലം ലീഡ് ചെയ്തു. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ രാജേട്ടനൊക്കെ നിന്നപ്പോഴേക്കും ഈ മണ്ഡലം ലീഡ് ചെയ്തു. രാജീവ് ചന്ദ്രശേഖരൻ മത്സരിച്ചപ്പോഴേക്കും ഈ മണ്ഡലം ലീഡ് ചെയ്തു. അപ്പോൾ എപ്പോഴും തന്നെ BJP-ക്ക് അനുകൂലമായി വോട്ട് ചെയ്യുവാൻ മനസ്സുള്ള ജനതയാണ് ഈ നിയോജക മണ്ഡലത്തിലുള്ളത്. അവരൊക്കെ തന്നെ അവരുടെ ശേഷിയൊക്കെ തന്നെ സമാഹരിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം. LDF-ന്റെ MLA ഇവിടെ ഉണ്ട്. പ്രിയപ്പെട്ടവരെ, ആ MLA ഞാൻ ഔദ്യോഗികമായി കിട്ടിയ രേഖകളൊക്കെ തന്നെ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ അങ്ങനെ ഉപയോഗിക്കുന്നത് ശരിയല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നു. ഞങ്ങളിപ്പോ കഴിഞ്ഞ ദിവസം ഹെൽത്തിന്റെ കുറച്ച് HI-മാരും JHI-മാരും ഒക്കെ തന്നെ മേയറെ കാണണമെന്ന് പറഞ്ഞുകൊണ്ട് വന്നിരുന്നു. അവർ എന്നോട് പറഞ്ഞൊരു കാര്യം, ഞങ്ങളെ ഈ വീടുകളിൽ കിച്ചൺ ബിൽ വിൽക്കാൻ വേണ്ടി നിർബന്ധിക്കുകയാണ്. അതായത് ഒരു HI
എച്ചയുടെ ജോലി. അപ്പൊ ഒരാൾ പറഞ്ഞു, സാറേ സെയിൽസ് റെപ്രസെന്റേറ്റീവ്സിനെയൊക്കെ വിടുമല്ലോ വീട്ടിൽ പോയിട്ട് സോപ്പ് വേണോ ചീപ്പ് വേണോ കണ്ണാടി, നമ്മൾ കഥ അടച്ച അവിടെ തന്നെ കേൾക്കുമ്പോൾ തന്നെ പലരും തുറന്നുകളയും. അതുപോലെ സർക്കാർ ഉദ്യോഗസ്ഥരായിട്ടുള്ള ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരൊക്കെ പോയിട്ട് കിച്ചൺ ബിൻ വേണോ എന്ന് പറഞ്ഞുകൊണ്ട് വിൽക്കുക എന്നുള്ളതാണ് അവരുടെ ജോലി. കോടിക്കണക്കിന് രൂപയുടെ കിച്ചൺ ബിൻ വാങ്ങിക്കൊണ്ട് അവിടെ കെട്ടി അടുക്കി വെച്ചിരിക്കുകയാണ്, ആർക്കും വേണ്ടാത്തത്. ഇതിനെ കൊണ്ട് അടിച്ചേൽപ്പിക്കുകയാണ് ഉദ്യോഗസ്ഥന്മാരുടെ ജോലി. ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഒരെണ്ണം വയ്ക്കാൻ പോണ്ട, ഇനി ആ പരിപാടിയെ നഗരസഭയിൽ വേണ്ട. അങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയായിരുന്നു. ഏതെങ്കിലും ഒരു പദ്ധതി വിജയിച്ചിട്ടുണ്ടോ? അദ്ദേഹത്തോട് ചോദിക്കണം. അദ്ദേഹം മേയറായിരുന്ന സമയത്ത് എത്രയോ പദ്ധതികൾ കൊണ്ടുവന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഏതെങ്കിലും ഒരു പദ്ധതി വിജയിച്ചിരുന്നെങ്കിൽ ഇന്ന് ഈ കോർപ്പറേഷനിൽ ഈ വേസ്റ്റ് മാലിന്യ സംസ്കരണത്തിന്റെ പേരിൽ ഈ ഗതികേട് ഉണ്ടാവുമായിരുന്നു. എത്ര കോടി രൂപയാണ് പൊടിച്ചത്? ഏതെങ്കിലും 3-4 വർഷം മേയറായിരുന്നു ഏതെങ്കിലും ഒരു പദ്ധതി, ഏതെങ്കിലും ഒരു പരിപാടി ഈ കോർപ്പറേഷനിൽ വിജയിപ്പിച്ചിട്ടുണ്ടോ? ഒരു വെള്ളപ്പൊക്കം വന്നപ്പോ റെസിഡൻസ് അസോസിയേഷനൊക്കെ കൂടെ തന്നെ മനുഷ്യ സ്നേഹമുള്ള ജനങ്ങളെ കൂടെ തന്നെ സോപ്പ് ചീപ്പ് കണ്ണാടി ഉൾപ്പെടെ വസ്ത്രങ്ങൾ ഉൾപ്പെടെ കൊണ്ടു കൊടുത്തു. കോർപ്പറേഷന്റെ പണം ഉപയോഗിച്ചുകൊണ്ട് വണ്ടി വിളിച്ചു അതിന്റെ മുമ്പിൽ നിന്ന് ഒരു പച്ച കൊടി കാണിച്ച് അതിനെ കയറ്റി മലപ്പുറത്തോട്ട് വിട്ടതല്ലാതെ ഏതെങ്കിലും ഒരു പദ്ധതി കൊണ്ടുവന്നെങ്കിൽ ചൂണ്ടിക്കാണിക്കട്ടെ, പറയട്ടെ. വിജയകരമായി ഞങ്ങൾ നടപ്പിലാക്കിയത് ഇന്ന പദ്ധതിയാണെന്ന് പറയട്ടെ. ഈ വട്ടിയൂർക്കാവിൽ എത്ര കാലം കൊണ്ടാണ് ജനങ്ങളെ പറ്റിക്കുന്നത്? ഇപ്പൊ തിരുവനന്തപുരത്ത് കുടിവെള്ള പ്രശ്നം വരുന്നുണ്ട്. നമ്മൾ കരുതുന്നതിനൊന്നുമല്ല, വളരെ വലിയൊരു അപകടത്തിലോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അരുവിക്കരയിൽ നിന്നും വരുന്ന കുടിവെള്ളം ഇവിടെ വരുമ്പോഴേക്കും 40% ചോർന്നു പോയിക്കൊണ്ടിരിക്കുക. 40% വെള്ളം, 1 ലിറ്റർ വെള്ളം കൊണ്ടുവന്ന അരുവിക്കരയിൽ നിന്ന് 1 ലിറ്റർ വെള്ളം എടുത്തു കഴിഞ്ഞാൽ 600 ml മാത്രമേ തിരുവനന്തപുരത്ത് എത്തുള്ളൂ. എന്തുകൊണ്ട്? പൈപ്പ് ഭൂമിയുടെ അടിയിലൂടെയുള്ള പൈപ്പ് ഇടുമ്പോഴേക്കും ക്വാളിറ്റിയുള്ള പൈപ്പുകൾ വാങ്ങില്ല. ക്വാളിറ്റിയുള്ള പൈപ്പുകളിലെ കമ്മീഷൻ എത്രത്തോളം കിട്ടും? ആ പൈപ്പേ വാങ്ങുകയുള്ളൂ. കൃത്യമായിട്ടുള്ള സ്പെസിഫിക്കേഷൻ ഉണ്ട്. ഭൂമിക്കടിയിൽ കുഴിച്ചിട്ടായി ആരെങ്കിലും പോയി തന്നെ നോക്കാൻ പോകുന്നുണ്ടോ? അങ്ങനെ വെള്ളം കിട്ടാത്തത് വരുന്നതിൽ 40% ചോർച്ചയാണ്. എന്നാൽ ഇത് 30-40 വർഷം കഴിയുമ്പോൾ മാറ്റണം. അത് മാറ്റണ്ടേ? അത് മാറ്റിയിട്ടില്ല. ഇതൊക്കെ തന്നെ ജനങ്ങൾ സഹിക്കേണ്ട ഒരു സാഹചര്യം വന്നിരിക്കുക. ഇങ്ങനെ ഓരോ എത്ര 1000 കോടി രൂപയാ ഈ ക്വാളിറ്റി കുറഞ്ഞ പൈപ്പ് വാങ്ങിച്ച് ഭൂമിക്കടിയിൽ കുഴിച്ചിട്ടുണ്ടെങ്കിൽ എത്ര കോടി രൂപയാ? ഇത് പൊട്ടുമ്പോ എന്താ ചെയ്യുന്നത്? വേറെ അത്ഭുതമൊന്നുമില്ല. കുഴിക്കും, JCB കൊണ്ടുവന്ന് കുഴിക്കും. അതിനുശേഷം അപ്പുറത്ത് ഏതെങ്കിലും റബ്ബർ ബാൻഡോ അല്ലെങ്കിൽ വലിയ വാൾട്ടിയോ വാങ്ങാൻ കൊണ്ടുവന്ന് ഇതിനെ കെട്ടും. ഇത് കെട്ടിയിട്ട് പോയിട്ട് വാൽവ് കയറുമ്പോൾ ഇതിന്റെ അപ്പുറം പൊട്ടും. ഇതല്ലേ നടക്കുന്നത്? ഇത് നേരിട്ട് കഴിഞ്ഞ ദിവസം അമ്പലമുക്ക് ഉൾപ്പെടുത്തുന്നത് ഞാൻ കണ്ടതാ. ഉദ്യോഗസ്ഥന്മാരെ ജനങ്ങൾ വിളിച്ചിട്ട് സഹായിക്കുക. പക്ഷേ പൈപ്പ് വാങ്ങി കമ്മീഷൻ വാങ്ങിയ നേതാക്കന്മാരൊക്കെ തന്നെ അതും കൊണ്ടുപോയി. ഇങ്ങനെ ഏതൊക്കെ മേഖലയിലാണോ സാമ്പത്തികമായിട്ട് കൊള്ള നടത്താൻ പറ്റുന്നത്? കഴിഞ്ഞ ദിവസം സിലേറ്റിട്ടുണ്ടായിരുന്നാണ് തോന്നുന്നത്, ഇതിന്റെ ഇത്ര പൊക്കം ഇല്ലാത്തൊരു നിലവിളക്ക് കഴിഞ്ഞ 30-40 വർഷം കൊണ്ട് കോർപ്പറേഷനിൽ വാടകയ്ക്ക് എടുക്കുന്ന വിളക്കിന് 6000 രൂപയാണ് വാടക. ഈ വിളക്കിന് വില ചോദിച്ചു പാറ്റൂർ രാധാകൃഷ്ണൻ പത്തിന് വില ചോദിച്ചാൽ 10,000 രൂപയുള്ളൂ. ഈ വിളക്കിന് 6000, ഒരു പരിപാടിക്ക് 6000 രൂപ. ഒരു ദിവസം 3-4 പരിപാടി കൊണ്ടുപോയിരുന്നത്. വിളക്കിന് നല്ല ഓട്ടമാണ്. 3-4 പരിപാടിക്ക് പോയി കഴിഞ്ഞാൽ 18000 രൂപ. ഈ വിളക്കിന് 10000 രൂപയുള്ളൂ. അപ്പൊ നമ്മൾ നടത്തിയ ഒരു പരിപാടിക്ക് പറഞ്ഞു ശരി നമുക്കൊന്ന് എടുക്കാം, ആ വിളക്കിന് 500 രൂപ കൊടുത്തോളൂ. നിങ്ങൾ അവിടെ എല്ലാം കണക്കുണ്ട്. ഇതൊക്കെ നാളെ ആര് വന്നു കഴിഞ്ഞാലും 6000 രൂപയ്ക്ക് എടുത്തതിന്റെ കണക്കോട് 500 രൂപയ്ക്ക് നമ്മൾ എടുത്തതിന്റെ കണക്കോട്. ഇനി ഒന്നുകൂടി അദ്ദേഹത്തെ വിളിച്ച് നെഗോഷിയേറ്റ് ചെയ്ത് 350 രൂപയ്ക്ക് കിട്ടും. ഈ ഒരു വർഷം നിങ്ങൾ ഏതൊരു കൊട്ടേഷൻ എന്താ 350 രൂപയ്ക്ക് കിട്ടും. ഇതിനാണ് 6000 രൂപ. ഞാനിത് വെറുതെ എന്ന് പറയുന്നത് കൗൺസിൽ ഔദ്യോഗികമായിട്ട് അതാണ് ചോദിച്ചതാ. ഇത് ഞാൻ പറഞ്ഞൊരു ചെറിയ ഉദാഹരണം. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ആറ്റിയാൽ പങ്കാളിക്കാൻ വേണ്ടില്ലേ ഒരു ഓൾട്ടോ കാറ് ഒരു ദിവസം ഇടുന്നതിന് 400 രൂപ വാങ്ങിക്കുക. SMB സ്കൂളിൽ ഒരു ബസ്സിൽ രാവിലെ കുറച്ച് അമ്മമാർ വന്ന് 8 മണിക്ക് കൊല്ലത്തുനിന്ന് അവർ വന്നിട്ട് ബസ് അവിടെ ഇട്ടിട്ട് പൊങ്കാലയിടാൻ കയറിയപ്പോഴേക്കും PTA കമ്മിറ്റി എന്ന് പറഞ്ഞൊരു കൊച്ചു തുണ്ടു അടിച്ചുകൊണ്ട് വന്നതിന് ശേഷം 1000 രൂപ ഉച്ചവരെ ഇടുന്ന 1000 രൂപയാ. കോർപ്പറേഷൻ ലേലത്തിൽ കൊടുത്ത് കോർപ്പറേഷനിൽ നിന്ന് ലേലം എടുത്ത ഒരാൾ ഗാന്ധി പാർക്കിൽ ഒരു കാർ ഒരു ദിവസം രാത്രി ഇടുന്നതിന് 780 രൂപ. ഒരു ബെലനോടെ ചെറിയ കാർ ഞാൻ രാത്രി 12:00 അറിഞ്ഞു. ഞാൻ 1 മണിക്ക് അവിടെ ചെന്നിട്ട് ഈ ബെലനോടെ കാറിന്റെ ഡ്രൈവർ വിളിച്ച ആളെ പോക്കറ്റിൽ നിന്ന് അയാൾക്ക് തരാൻ പേടിയാ ഈ രസീത് തരാം. കാര്യം വണ്ടി അവർ ചീത്തായി കളയൊന്ന് പേടി. ഞാൻ അയാളുടെ പോക്കറ്റിൽ നിന്ന് രസീത് എടുത്ത് എന്റെ കയ്യിൽ അടിക്കാൻ 780 രൂപ. ഞാൻ ചോദിക്കട്ടെ, ഈ ഒരു ദിവസം കൊണ്ട് സംഭവിക്കുന്നതല്ലോ. ഇത് വർഷങ്ങളായി ഇങ്ങനെയൊക്കെ ചെയ്ത് തഴച്ച് വളർന്ന ഒരു മാഫിയ സംഘം തിരുവനന്തപുരത്തുണ്ട്. ഇതിന് പലരുടെയും പിന്തുണയുണ്ട്. ഈ പേരുകളൊന്നും പറയില്ല. എനിക്കറിയാം, ഫിനാൻസ് കമ്മിറ്റിയിലുള്ളതാ, എല്ലാ രേഖകളും കാണുന്ന ആളാ. ഇതിനൊക്കെ തന്നെ തടയിടുവാൻ വേണ്ടിയുള്ള ഒരു പിന്തുണയാണ് ഞങ്ങൾക്ക് വേണ്ടത്. ഇതിനൊക്കെ തന്നെ തടയിടുവാൻ വേണ്ടിയുള്ള ഒരു പിന്തുണ ലഭിക്കണമെന്നുണ്ടെങ്കിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ ഭാഗത്ത് വരുന്ന 4 MLA-മാരെ ജയിക്കണം.
ഇവിടെ കോർപ്പറേഷനിൽ അഴിമതിക്കും അരാജകത്വത്തിനുമെതിരെ പോരാടി പുതിയ വഴികളിലൂടെ ഞങ്ങൾ യാത്ര ചെയ്യുമ്പോഴേക്കും രാഷ്ട്രീയമായി ഞങ്ങൾക്ക് പിന്തുണ കിട്ടണമെങ്കിൽ ശ്രീലേഖയെ പോലെ വി മുരളീധരനെ പോലെ അതുപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖരനെ പോലുള്ളവർ നമുക്ക് വേണ്ടി ശബ്ദിക്കുവാൻ വേണ്ടി നിയമസഭയിൽ ഉണ്ടാകണം. കേരളത്തിന്റെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുവാൻ വേണ്ടി BJPയുടെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെന്റ് ഉണ്ടാകണം. ആരാധനായ നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ തരുന്ന പിന്തുണ കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് പ്രയോജനപ്പെടണമെങ്കിൽ, അവരുടെ നിത്യജീവിതത്തിൽ പ്രതിഫലിക്കണമെങ്കിൽ അത്തരത്തിലുള്ള ഗവൺമെന്റ് ഉണ്ടാകണം. പ്രിയപ്പെട്ടവരെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അതിനനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് വരാൻ പോകുന്ന 20 ദിവസം വട്ടിയൂർക്കാവ് മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ധാരാളമാണ്. നിരവധി തെരഞ്ഞെടുപ്പുകൾ പ്രവർത്തിച്ച് നിരവധി പേരെ വിജയിപ്പിച്ച നല്ല ജനസ്വാധീനമുള്ള, ഞാനിപ്പോ എന്റെ വാർഡിൽ കൊടുങ്ങാനൂർ വാർഡിൽ മത്സരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അവിടേക്കുള്ള നമ്മുടെ സാധാരണ പ്രവർത്തകരുടെ, അവിടെ മാത്രമല്ല ഈ വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ നിരവധി ഭാഗങ്ങളിലുള്ള വാർഡുകളിലെ പ്രവർത്തകർക്ക് ഓരോ വീടുകളിലുമുള്ള സ്വാധീനം മാതൃകാപരമായിട്ടുള്ള അത്രത്തോളം സ്വാധീനമുള്ള പ്രവർത്തകരാണ് നമ്മുടെ സംഘടനയുടെ സ്വത്ത്, സംഘടനയുടെ അസറ്റ്. അവരെയൊക്കെ തന്നെ വളരെ നന്നായിട്ട് കോർത്തിണക്കിക്കൊണ്ട് നമ്മുടെ മണ്ഡലം കമ്മിറ്റികൾ പ്രവർത്തിക്കുന്നുണ്ട്. നല്ല ശക്തമായിട്ടുള്ള ജില്ലാ സംസ്ഥാന നേതൃത്വം ഇതിനെ ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്. അവരുടെ ഒക്കെ തന്നെ നമ്മളുടെ ഒക്കെ തന്നെ കൂട്ടായ്മയോടുകൂടി വളരെ വലിയൊരു വിജയം നമുക്ക് ലഭിക്കും. അതിനുള്ള ഒരു ക്ഷേത്രമായി മാറട്ടെ ഈ ഓഫീസ് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി നമ്മുടെ പ്രിയങ്കരിയായിട്ടുള്ള സ്ഥാനാർത്ഥിക്ക് സ്വീകരണം നൽകുകയാണ്. ആദ്യമായി വട്ടിയൂർക്കാവ് മണ്ഡലം പ്രസിഡന്റ് ശ്രീ മണികണ്ഠൻ അവരുടെ നേതൃത്വത്തിൽ നമ്മുടെ സ്ഥാനാർത്ഥിക്ക് സ്വീകരണം നൽകുന്നു. അടുത്തതായി പട്ടം മണ്ഡലത്തിന്റെ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ശ്രീ മഹാദേവന്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകുന്നു. മഹിളാ മോർച്ച ഭാരവാഹി ശ്രീമതി സിനി സുരേഷ് സ്ഥാനാർത്ഥിക്ക് സ്വീകരണം നൽകുന്നു. യുവമോർച്ചയുടെ മണ്ഡലം പ്രസിഡന്റ് ആദർശ് GS, അടുത്തതായി ഏരിയ ഭാരവാഹികളും മറ്റുമായിട്ടുള്ള ശ്രീ സുരേന്ദ്രൻ നായർ, ശ്രീമതി ഷീജ രതീഷ്, ശ്രീ ഉദയകുമാർ, ശ്രീ തിട്ടമംഗല ഹരി, വട്ടിയൂർക്കാവ് ഏരിയ പ്രസിഡന്റ് ശ്രീ രാജേഷ്, ശ്രീ സുധീർ, കൗൺസിലർ ശ്രീമതി സുമി ബാലു അവർ, മഹിളാ മോർച്ചയുടെ ജില്ലാ ഭാരവാഹി ശ്രീമതി സിന്ധു രാജീവ്, യുവമോർച്ചയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ ഗോകുൽ, പട്ടം മണ്ഡലത്തിന്റെ ജനറൽ സെക്രട്ടറി ശ്രീ കുറവങ്കോണൻ രാജേഷ്, യുവമോർച്ചയുടെ ജില്ലാ സെക്രട്ടറി ശ്രീ കുമാരി സായി പൂജ, നമ്മുടെ ഇവിടെ നൽകിയ സ്വീകരണങ്ങൾക്ക് നന്ദി പറയുവാനും ഇവിടുത്തെ ഈ തെരഞ്ഞെടുപ്പ് കാര്യാലയത്തിന്റെ പരിപാടിയിൽ അഭിസംബോധന ചെയ്ത് സംസാരിക്കാനും പ്രിയങ്കരിയായിട്ടുള്ള സ്ഥാനാർത്ഥി ശ്രീമതി ശ്രീലേഖ അവർകളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. യോഗാധ്യക്ഷൻ അഡ്വക്കേറ്റ് ശ്രീ വിജയ് ഗിരികുമാർ,
ഏറ്റവും ബഹുമാനപ്പെട്ട ആന്ധ്രാപ്രദേശ് ആരോഗ്യ മന്ത്രി ശ്രീ സത്യകുമാർ യാദവ് ജി, എനിക്ക് ഏറ്റവും ബഹുമാനമുള്ള ഇപ്പോഴും ആദരിക്കുന്ന കേരളം കണ്ട ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള DGP ശ്രീ TP സെൻകുമാർ സർ, ഭാരതീയ ജനതാ പാർട്ടിയുടെ ഉപാധ്യക്ഷൻ ശ്രീ K സോമൻജി തുടങ്ങി ഇവിടെ ഇരിക്കുന്ന എല്ലാ സംഘടനാ ഭാരവാഹികള്, വഴയില മണികണ്ഠൻ, മഹാദേവൻ, ബാക്കിയുള്ള എല്ലാ ആൾക്കാരെ, ജയശ്രീ, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, ഭാരതീയ ജനതാ പാർട്ടിയുടെ അഭിമാന പുരസ്സരം പ്രവർത്തിച്ചു വരുന്ന സഹപ്രവർത്തകരെ, എല്ലാവർക്കും വിനീതമായ കൂപ്പുകൈ. വളരെയധികം സന്തോഷവും ചാരിതാർത്ഥ്യവും തോന്നുന്നുണ്ട്. ദേശീയ പാർട്ടിയായ ഭാരതീയ ജനതാ പാർട്ടി ഒരു വലിയ ദൗത്യം എന്നെ ഏൽപ്പിച്ചതിൽ, വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലം വിജയിച്ചു വാ എന്ന് പറഞ്ഞ് എനിക്ക് ഈ സ്ഥാനം തന്നതിൽ അതീവ നന്ദി ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന കേന്ദ്ര നേതൃത്വത്തിനോട് ഞാൻ ആദ്യമായി അറിയിച്ചുകൊള്ളുന്നു. അത്യന്തം ആത്മാർത്ഥതയോടുകൂടി ഞാൻ ഈ പ്രചാരണ പരിപാടികൾ നടത്തി ജനങ്ങളുടെ വിശ്വാസം വാങ്ങി ഈ പോര് ജയിച്ചു വരും എന്ന് വാഗ്ദാനം ചെയ്യുന്നു ഭാരതാംബയുടെ പേരിൽ. ഇതിന്റെ മുഖ്യ കാരണം എന്ന് പറയുന്നത്, ജനം മടുത്തു. 70 വർഷമായി മാറി മാറി ഭരിക്കുന്ന LDF UDF ഭരണം ജനം മടുത്തു. നമ്മൾ പറയുന്നതിനേക്കാൾ മുമ്പ് ജനം പറഞ്ഞു തുടങ്ങി നമുക്ക് മാറ്റം വേണം എന്ന്. ഇന്നത്തെ ഭാരതീയ ജനതാ പാർട്ടിയുടെ കേരള ഘടകത്തിന്റെ മുദ്രാവാക്യം മാറാത്തത് ഇനി മാറും, കേരളം ഇനി വളരും എന്നതാണ്. കേരളത്തിന്റെ വളർച്ചയ്ക്കായിട്ട്, കേരളത്തിന്റെ ഉന്നമനത്തിനായിട്ട് നമുക്ക് തീർച്ചയായിട്ടും ഒരു നല്ല ഭരണത്തിന്റെ ആവശ്യമുണ്ട്, ഒരു നല്ല പാർട്ടി നേതൃത്വം നൽകുന്ന ഭരണത്തിന്റെ ആവശ്യമുണ്ട്. ഡൽഹിയിൽ ഇരുന്നു കൊണ്ട് നമ്മുടെ ഉജ്ജ്വല സൂര്യ തേജസ്സായ ശ്രീ നരേന്ദ്രമോദിജി എങ്ങനെയാണോ കഴിഞ്ഞ 11 വർഷത്തിന് മേലെയായി ഭാരതത്തിനെ ലോക രാഷ്ട്രങ്ങളുടെ നെറുകയിൽ എത്തിച്ചത്, അതുപോലെയുള്ള ഒരു മാറ്റം കേരളത്തിലേക്ക് വരണം. ആ വെളിച്ചം ഡൽഹിയിൽ നിന്ന് കേരളത്തിലേക്ക് പ്രവഹിച്ചേ മതിയാകൂ. എങ്കിൽ മാത്രമേ ഇവിടെയുള്ള കൂരിരുള് മാറൂ. ആ കൂരിരുട്ട് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ കഴിഞ്ഞ 70 വർഷത്തെ ദുർഭരണം, അഴിമതി നിറഞ്ഞ ഭരണം ജനങ്ങളുടെ മനസ്സിലേക്ക് കുത്തിക്കയറ്റിയിട്ടുണ്ട്. എന്നിട്ട് അത് മായ്ക്കാനായിട്ട് ഒരു മുഖംമൂടി അണിഞ്ഞുകൊണ്ട് ഞങ്ങൾ അത് ചെയ്തു ഇത് ചെയ്തു എന്ന് പറഞ്ഞ് അഹങ്കരിച്ച് നടക്കുന്ന ഒരു സർക്കാരിനെയാണ് നമുക്ക് കുറെ നാളുകളായിട്ട് കാണാൻ സാധിക്കുന്നത്. ഒരു പരസ്യം നൽകിക്കൊണ്ട് ഞങ്ങളാണ് ഇത് ചെയ്തത്, ഞങ്ങളാണ് അത് ചെയ്തത്, ഞങ്ങൾ ഇവിടെ വികസനം നടത്തി, അവിടെ തുരങ്കം കെട്ടി, ഇവിടെ പാലം കെട്ടി, ഇവിടെ റെയിൽപാത കൊണ്ടുവന്നു, ഇവിടെ വിഴിഞ്ഞം കൊണ്ടുവന്നു, ഇവിടെ ഞങ്ങൾ കപ്പൽ കൊണ്ടുവന്നു എന്നൊക്കെ അവകാശപ്പെടുന്ന, വന്ദേ ഭാരത് പോലും ഞങ്ങൾ കൊണ്ടുവന്നതാണ് എന്ന് അവകാശപ്പെടുന്ന ഒരു സർക്കാർ നുണ പറയലിന്റെ ആശാന്മാരാണ് എന്ന് ജനം മനസ്സിലാക്കിയ സമയം ഇപ്പോഴാണ് നമ്മുടെ ഏറ്റവും അസുലഭ മുഹൂർത്തം വന്നിരിക്കുന്നത്. മാറേണ്ട മുഹൂർത്തം, അവസരം. നിയമസഭയുടെ തിരഞ്ഞെടുപ്പ് പടിവാതിൽ എത്തി നിൽക്കുന്ന ഈ ഒരു അവസരത്തിൽ എനിക്ക് വേറൊന്നും പറയാനില്ല. പക്ഷേ നരേന്ദ്രമോദിജി സ്വപ്നം കണ്ട വികസിത ഭാരതം പോലെയുള്ള ഒരു വികസിത കേരളം തിരുവനന്തപുരത്ത് വരണം. രാജീവ് ചന്ദ്രശേഖർജി പറയുന്നത് പോലെ ഞങ്ങൾ വിജയിക്കാനല്ല ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്, ഭരിക്കാൻ വേണ്ടിയാണ് എന്ന ഉറച്ച തീരുമാനം കേരളത്തിലുടനീളം മുഴങ്ങി കേൾക്കണം. ഇവിടെ മാറണം. ഈ സർക്കാർ എന്ന് പറയുന്ന LDFന്റെ സർക്കാർ, UDFന്റെ പിന്തുണയോടുകൂടി ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാർ, UDF വന്നു കഴിഞ്ഞാൽ LDFന്റെ പിന്തുണയോടുകൂടി ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാർ ജനങ്ങളെ ദ്രോഹിച്ച് വഞ്ചിച്ച് പൊതുപണം മുഴുവനും പ്രത്യേക സ്രോതസ്സുകളിലൂടെ മാറ്റി ചിലരുടെ പോക്കറ്റിലാക്കി ചില തൽപര കക്ഷികളെ മാത്രം സ്വാധീനിച്ചുകൊണ്ട് ഭരിക്കുന്നത് മതിയാക്കണം. ഒരു മുഖ്യമന്ത്രി വന്നു കഴിഞ്ഞാൽ അദ്ദേഹം പാർട്ടിയുടെ മുഖ്യമന്ത്രിയല്ല, CPMന്റെ മുഖ്യമന്ത്രിയല്ല, കമ്മ്യൂണിസ്റ്റിന്റെ മുഖ്യമന്ത്രിയല്ല, അദ്ദേഹം നാടിന്റെ മുഖ്യമന്ത്രിയായിട്ടാണ് പ്രവർത്തിക്കേണ്ടത്. ഇവിടെ ഏത് മുഖ്യമന്ത്രിയാണ് അങ്ങനെ പ്രവർത്തിച്ചിട്ടുള്ളത്? കഴിഞ്ഞ 10 വർഷമായിട്ട് നമ്മൾ അതാണോ കാണുന്നത്? എന്തുകൊണ്ടാണ് ഇത്രയധികം പിൻവാതിൽ നിയമനങ്ങൾ? എന്തുകൊണ്ടാണ് അവർക്ക് മാത്രം ലൈഫ് പദ്ധതിയിൽ വീടുകൾ? എന്തുകൊണ്ടാണ് വഴിവിട്ട കാര്യങ്ങൾ ഇവർക്ക് വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആൾക്കാർക്ക് വേണ്ടി മാത്രം ചെയ്തു കൊടുക്കുന്നത്? മറ്റുള്ള പാർട്ടിയിലൊന്നും ഉള്ള മനുഷ്യരല്ലേ ഈ മുഖ്യമന്ത്രിയുടെ കണ്ണിൽ? ഭാരതീയ ജനതാ പാർട്ടിയുടെ നയം എന്ന് പറയുന്നത് സബ്കെ സാത്ത് സബ്കെ വികാസ് എന്ന നരേന്ദ്രമോദിജിയുടെ വാഗ്ദാനമാണ്.
എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാവരുടെയും വികസനം. ഇവിടെ വരുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ സർക്കാരിന്റെയും നയം അതുതന്നെയായിരിക്കും. നിങ്ങൾ ജാതി ഭേദമില്ലാതെ, ഒരു വ്യത്യാസവുമില്ലാതെ, ഒരു തലത്തിലും വ്യത്യാസം കാണാതെ എല്ലാവരെയും കൂടെ ഒരുമിച്ച് ഒരു കുടക്കീഴിൽ നിർത്തിക്കൊണ്ടുള്ള വികസനം സത്യം ചെയ്ത നരേന്ദ്രമോദിജിയുടെ വാഗ്ദാനം, ആ വാഗ്ദാനം നിറവേറ്റാനായിട്ടാണ് ഭാരതീയ ജനതാ പാർട്ടി ഇവിടെ ശ്രമിക്കാൻ പോകുന്നത്. അതിനു വേണ്ടിയിട്ടാണ് NDA ദേശീയ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. എനിക്ക് പറയാൻ ഒന്നേ ഉള്ളൂ, തീർച്ചയായിട്ടും വട്ടിയൂർക്കാവിൽ നിങ്ങൾ എന്നെ MLA ആയിട്ട് തിരഞ്ഞെടുത്താൽ വട്ടിയൂർക്കാവിന്റെ സമഗ്ര വികസനം, വികസിത വട്ടിയൂർക്കാവ് എന്ന സ്വപ്നം, അത് മോദിജിയുടെ വാഗ്ദാനം പോലെ ഞാൻ ഒരു ചെറിയ രീതിയിൽ എന്റെ വാഗ്ദാനമായി നിങ്ങളുടെ മുന്നിൽ വെക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്കത് കാണാൻ സാധിക്കും. ഇത്രനാൾ നിങ്ങൾ മാറി മാറി വോട്ട് ചെയ്ത് ഇവരെ വിജയിപ്പിച്ചില്ലേ? ഈ എന്റെ എതിരാളികളായിട്ട് നിൽക്കുന്ന 2 MLA-മാരും പ്രഗത്ഭര് തന്നെയാണ്. പക്ഷെ 2 വർഷം വീതം, 2 പ്രാവശ്യം വീതം നിങ്ങൾ അവർക്ക് അവസരം കൊടുത്തു. എന്നിട്ട് എന്താണ് കാണാൻ സാധിച്ചത്? അപ്പൊ നിങ്ങളൊന്ന് മാറ്റി ചിന്തിച്ചു നോക്കൂ. ഒരു പുതിയ ആൾക്ക്, ഒരു പുതിയ പാർട്ടിക്ക് ഒരു അവസരം കൊടുത്തു നോക്കൂ എന്നാണ് എനിക്ക് ജനങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. ഞാനിപ്പോൾ ഒരേ ഒരു കാര്യം പറയുന്നുള്ളൂ. കേരള പോലീസിൽ 33.5 വർഷം ജോലി ചെയ്തപ്പോഴും അതിനുശേഷം വിരമിച്ചപ്പോഴും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മുമ്പിലും ഒരു നേതാക്കന്മാരുടെ മുമ്പിലും ഞാൻ കൈ നീട്ടി നിന്നിട്ടില്ല. ഒന്നിനും വേണ്ടി, ഒരു പോസ്റ്റിങ്ങിന് വേണ്ടിയിട്ടോ എന്തെങ്കിലും ഒരു ഫേവറിന് വേണ്ടിയിട്ടോ കൈ നീട്ടിക്കൊണ്ട് നിന്നിട്ടേ ഇല്ല. ഞങ്ങളുടെ പരിശീലനം നടക്കുമ്പോൾ പോലും സ്ത്രീകൾക്ക് പ്രത്യേക പരിഗണന തരാം എന്ന് പറഞ്ഞിട്ട് പോലും വേണ്ട എന്ന് പറഞ്ഞ് ഒരുപോലെയുള്ള പരിഗണന മതി എന്ന് പറഞ്ഞ് പുരുഷന്മാർ ചെയ്യുന്ന അതേപോലെയുള്ള പരിശീലനമാണ് ഞങ്ങൾ നേരിട്ടത്. അതുകൊണ്ട് ഒരു ആളുടെ കയ്യിൽ നിന്നും ഒന്നിനും വേണ്ടി ഒന്നും യാചിച്ചോ കൈനീട്ടി നിന്നിട്ടില്ലാത്ത ഞാൻ ഇന്ന് ജനങ്ങളുടെ മുന്നിൽ, വട്ടിയൂർക്കാവിലെ പ്രബുദ്ധ ജനങ്ങളുടെ മുന്നിൽ കൈനീട്ടി നിന്നുകൊണ്ട് യാചിക്കുകയാണ്. നിങ്ങൾ എനിക്ക് വോട്ട് തരൂ, എന്നെ വിജയിപ്പിക്കൂ. ഇതൊരു വലിയ സാമൂഹ്യ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്, വട്ടിയൂർക്കാവിന്റെ വികസനത്തിന് വേണ്ടിയാണ്. ഈ വികസിത വട്ടിയൂർക്കാവ് ഇവിടെ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ്. കേന്ദ്ര സർക്കാരിന്റെ വിവിധ ഫണ്ടുകൾ കാര്യക്ഷമമായി ഇവിടെ ഉപയോഗിക്കാനും നിങ്ങൾക്ക് അത് കാണുന്ന രീതിയിൽ, നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ, നിങ്ങൾക്ക് തൊടാൻ സാധിക്കുന്ന രീതിയിൽ വികസനം കൊണ്ടുവരും. ഇവിടുത്തെ MLA 1500-1600 കോടിയുടെ വികസനം കഴിഞ്ഞ 7 വർഷമായി കൊണ്ടുവന്നു എന്ന് പറയുന്നു. നമ്മൾ കാണുന്ന വികസനം ഈ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളും മതിലുകളും കടകളും എടുത്തു കളഞ്ഞ കടകളും ഒക്കെയാണ്. ഒരു റവന്യൂ ടവർ എന്ന് പറഞ്ഞ് നിർമ്മിച്ചത് സർക്കാരിന്റെ എംബ്ലം വെക്കാതെ അദ്ദേഹത്തിന്റെ സ്വകാര്യ എംബ്ലം വെച്ചുകൊണ്ടാണ്. വട്ടിയൂർക്കാവിന്റെ കാവ് ഫെസ്റ്റിവലിന്റെ എംബ്ലമാണ് സർക്കാർ സ്ഥാപനത്തിന്റെ മുന്നിൽ അദ്ദേഹം വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് അറിയാം, കണ്ടാൽ അറിയാം. അത് പ്രവർത്തിക്കാൻ പറ്റില്ല. ഇപ്പോ കുറെ നാളും കൊണ്ട് എടുക്കാം. ഉദ്ഘാടന മാമാങ്കമൊക്കെ നടത്തി പോയതാണ്. 2.25 കോടി രൂപ എങ്ങാണ്ട് ചെലവഴിച്ചിട്ടാണ് ഒരു മിനി റവന്യൂ ടവർ എന്നൊക്കെ പറഞ്ഞ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. പക്ഷെ അത് ഇനി പ്രവർത്തിക്കണം എന്നുണ്ടെങ്കിൽ ഇനി കുറെ അധികം പണിയും കൂടെ ചെയ്യേണ്ടിയിരിക്കുന്നു. ഒരു സർക്കാർ സ്ഥാപനത്തിന്റെ മുന്നിൽ എങ്ങനെയാണ് ഒരു കാവ് ഫെസ്റ്റിന്റെ എംബ്ലം വലിയ രീതിയിൽ കൊത്തിവെക്കാൻ സാധിക്കുന്നത്? അത് വലിയ പെരുമാറ്റച്ചട്ട ലംഘനമല്ലേ? അദ്ദേഹത്തിന് ചെയ്യാമോ? അതും വെച്ചുകൊണ്ടൊരു തിരഞ്ഞെടുപ്പിനെ അദ്ദേഹം എങ്ങനെയാണ് നേരിടുക? ഇത്രയും വികസനം എന്ന് പറഞ്ഞ് രൂപയുടെ കണക്ക് മാത്രം പറഞ്ഞാൽ മതിയോ? അത് കാണണ്ടേ? അത് ജനങ്ങൾക്ക് അനുഭവിക്കണ്ടേ? അങ്ങനെ അനുഭവിക്കാൻ സാധിക്കുന്നുണ്ടോ? അപ്പൊ ഇത് നിങ്ങൾ സ്വയം ചോദിക്കുക, നിങ്ങൾ സ്വയം പറയുക. ഇനി ഞങ്ങളൊന്ന് മാറി ചിന്തിച്ചുകൂടെ? ശരിക്കും ഒരു വികസനം ഇവിടെ വരാൻ വേണ്ടി നിങ്ങൾക്ക് വേറൊരാൾക്ക്, ഭാരതീയ ജനതാ പാർട്ടിക്ക് വോട്ട് കൊടുത്തുകൂടെ എന്ന്? ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പാകുമ്പോൾ ജനങ്ങളുടെ മനസ്സിൽ പൂർണ്ണമായി വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഏത് പാർട്ടിയാണ് എന്നാണ്. ഇവിടെ പാർട്ടിയിൽ വിശ്വസിക്കുന്ന ഒരുപാട് പേരുണ്ടെന്നറിയാം. സ്ഥാനാർത്ഥികൾ ആരാണെങ്കിലും കുഴപ്പമില്ല, പക്ഷെ പാർട്ടി ആരാണോ ആ പാർട്ടിക്ക് ഞങ്ങൾ വോട്ട് കുത്തൂ എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് ജനങ്ങൾ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് പാർട്ടികൾ ഏത് സ്ഥാനാർത്ഥിയെ നിർത്തിയാലും പക്ഷെ പാർട്ടിക്ക് വേണ്ടി മാത്രമേ വോട്ട് ചെയ്യൂ എന്ന് ചിന്തിക്കുന്നവരും കൂടെ ചിന്തിക്കണം സ്ഥാനാർത്ഥി ആരാണ് എന്നുള്ളത്. സ്ഥാനാർത്ഥിക്ക് എന്താണ് നിങ്ങളുടെ സമൂഹത്തിന് വേണ്ടി, ഈ മണ്ഡലത്തിന് വേണ്ടി നൽകാൻ കഴിയുക എന്ന് നിങ്ങൾ ചിന്തിക്കൂ. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അവർക്ക് വേണ്ടി മാത്രം വോട്ട് ചെയ്യുന്ന ആൾക്കാരെ ചിന്തിച്ചു നോക്കൂ. നിങ്ങളെ സ്ഥാനാർത്ഥി എന്തുമാത്രം ഗുണം നിങ്ങളുടെ നാടിന് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി ചെയ്യുമെന്ന്, എല്ലാവർക്കും വേണ്ടി ചെയ്യുമെന്ന്. ചിലപ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റ് MLA ഇവിടെ വന്നു കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർക്ക് ഗുണമുണ്ടാവും, പക്ഷെ ബാക്കിയുള്ള പാർട്ടിക്കാരെയൊക്കെ ദ്രോഹിക്കുകയാണ്. നമ്മളത് കണ്ടിട്ടുള്ളതാണ്. നമ്മുടെ തിരഞ്ഞെടുപ്പിൽ ഉജ്ജ്വല വിജയം കൈവരിച്ചപ്പോൾ, തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ ഉജ്ജ്വല വിജയം കൈവരിച്ചപ്പോൾ ഇവിടെയുള്ള MLA-യും മറ്റു പല MLA-മാരും BJP-യുടെ കൗൺസിലർമാരിയ്ക്കുന്ന സ്ഥലത്ത് മാത്രം കുഴപ്പമുണ്ടാക്കി.
അവിടെ മാത്രം കുടിവെള്ളം കിട്ടാതിരിക്കാനായിട്ട് പൈപ്പിന്റെ ടാപ്പ് പൂട്ടി, അവിടെ മാത്രം റോഡുകൾ വികസിപ്പിക്കാതെ ഇരുന്നു. പക്ഷെ അവർക്ക് സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ, LDF-ന് സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ അവർ വികസനം എന്ന് പറഞ്ഞ് കുറച്ച് ടാറിങ്ങും പൈപ്പ് വോട്ടുകളൊക്കെ ശരിയാക്കലും ഒക്കെ ചെയ്യും. പക്ഷെ BJP-യുടെ കൗൺസിലർമാർ ഇരിക്കുമ്പോൾ അവർ ഒന്നുമേ ചെയ്യുകയും ഇല്ല. അത് തെറ്റായിട്ട് ആളുകളെ ധരിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യും. അങ്ങനെയല്ല ഒരു MLA പെരുമാറേണ്ടത്. MLAക്ക് നാടിനോടും നാട്ടുകാരോടും എന്തെങ്കിലും പ്രതിബദ്ധത ഉണ്ടെങ്കിൽ എല്ലാരെയും ഒരുപോലെ കാണണം. അതുകൊണ്ട് ഞാൻ ഇതാ വാഗ്ദാനം ചെയ്യുന്നു, ഞാൻ ഒരു MLA ആയിട്ട് ജയിച്ചു വന്നാൽ ഞാൻ പാർട്ടിക്ക് അതീതമായി ജനനന്മയ്ക്കായിട്ട് എല്ലാവരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് എല്ലാവരുടെയും നന്മയ്ക്കായിട്ട് പ്രവർത്തിക്കും. സമൂഹ നന്മയ്ക്കായിട്ട്, നാടിന്റെ നന്മയ്ക്കായിട്ട്, നാടിന്റെ ഉന്നമനത്തിനായിട്ട് പ്രവർത്തിക്കും. ഇത് എന്റെ വാഗ്ദാനമല്ല, ഇത് ഭാരതീയ ജനതാ പാർട്ടിയുടെ വാഗ്ദാനമാണ്. ആ വാഗ്ദാനം ഞാൻ ഇന്നിവിടെ പറയുകയാണ്. അതുകൊണ്ട് വീണ്ടും അഭ്യർത്ഥിക്കുന്നു, ഇവിടെ നല്ല രീതിയിൽ ഈ ഒരു ഓഫീസ് ഉദ്ഘാടനം ചെയ്തത്, ഇവിടെ നല്ല ഒരു ഭയങ്കര മനോഹരമായിട്ടുള്ള ഒരു ഓഫീസ് ഇവിടുത്തെ പാർട്ടി പ്രവർത്തകർ, കാര്യകർത്താക്കൾ എല്ലാരും കൂടെ ചേർന്ന് ഒരുക്കിയതിന് എന്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊള്ളുന്നു. ഇത്രയും നല്ല ഒരു ചടങ്ങ് ഇവിടെ നടത്തിയതിന്, ഇവിടെ ഓർഗനൈസ് ചെയ്ത എല്ലാം പരിപാടി സംഘടിപ്പിച്ച് നടത്തിയ എല്ലാ പ്രവർത്തകർക്കും വളരെയധികം നന്ദി, സ്നേഹം. അതുപോലെ നിങ്ങൾ എല്ലാരും കൂടെ ചേർന്ന് എന്നെ വിജയിപ്പിക്കാൻ എടുക്കുന്ന ഈ ഒരു താല്പര്യം എത്ര നന്ദി പറഞ്ഞാലും തീരില്ല. അതിന് വലിയ നന്ദി. बोलो भारत माता की, बोलो भारत माता की, बोलो भारत माता की, वंदे मातरम.